അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ആദർശ സമ്മേളനത്തിൻ്റെ സമാപനത്തിന് തൊട്ടു മുമ്പുള്ള ക്ലാസ്സാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് തലശ്ശേരിയിൽ 5 മണിക്ക് തുടങ്ങാനിരിക്കുന്ന ആദർശ സമ്മേളനം ഉള്ളതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കഴിഞ്ഞ് 10 മിനിറ്റുള്ള ഒരു സമാപനം കൂടിയാണ് ഈ പ്രോഗ്രാമിലുള്ളത് എന്ന് സംഘാടകർ അറിയിച്ചത് നിങ്ങളെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ സംസാരിക്കണമെന്നാണ് എന്നോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. സമഗ്രമായി ആ വിഷയം അവതരിപ്പിക്കുവാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ല. എന്നാൽ ആ വിഷയത്തിലേക്കുള്ള ഒരു പ്രവേശിക കൂടുതൽ പഠനത്തിനും ചിന്തക്കും ഉപയുക്തമാകുന്ന രീതിയിലുള്ള ഒരാമുഖം മാത്രമാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പാഠം, ചരിത്രത്തിൽ നിന്ന് ആളുകൾ പാഠം പഠിക്കുന്നില്ല എന്നതു തന്നെയാണ്. ഒരുപാട് ചരിത്രത്തിൽ നിന്ന് നമുക്കത് കാണാൻ കഴിയും. ആവർത്തിച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം ആ ചരിത്രത്തെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ട് കടന്നു പോകുന്ന കാഴ്ചയാണ് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പത്രങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ നമ്മൾ അറിയുകയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നതിൻ്റെ പിന്നിലും കഴിഞ്ഞകാല ചരിത്രത്തെ, അതിൽ നിന്നുള്ള പാഠങ്ങളെ പഠിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ വന്ന തകരാറുകളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ 3 വേണമെങ്കിൽ നമുക്ക് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരാദർശമാണോ ഇവിടെ പ്രബോധനം ചെയ്തത്, ആ ആദർശം അതേപോലെ വളച്ചുകെട്ടില്ലാതെ ഏച്ചുകൂട്ടലില്ലാതെ ശരിയായ രൂപത്തിൽ ഈ കേരള മണ്ണിൽ പ്രബോധനം ചെയ്ത കാലഘട്ടമാണ് ഒന്നാമത്തെ കാലഘട്ടം. ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് തനിക്ക് തോന്നുന്ന രീതിയിലുള്ള വിശദീകരണങ്ങൾ നൽകുകയല്ല, മറിച്ച് ആ ഖുർആനിനെയും സുന്നത്തിനെയും സച്ചരിതരായ സലഫുകൾ എങ്ങനെയാണ് ഉൾക്കൊണ്ടതും ആചരിച്ചതും എന്ന് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തദടിസ്ഥാനത്തിൽ പ്രവർത്തനം ക്രമീകരിച്ച് മുന്നോട്ട് പോയ കാലഘട്ടമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ കാലഘട്ടം. ആ കാലഘട്ടത്തിന് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാരിൽ പ്രമുഖരാണ് ആദ്യത്തെ പ്രസിഡന്റായ ബഹുമാന്യനായ KM മൗലവി, അതുപോലെ തന്നെ EK മൗലവി, ഉമർ മൗലവി, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, KP മുഹമ്മദ് മൗലവി പോലെയുള്ള, മുഹമ്മദ് അമാനി മൗലവി പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ. എല്ലാവരുടെയും പേര് ഞാൻ പരാമർശിച്ചിട്ടില്ല, ഏതാനും ഓർമ്മയിലുള്ള പേരുകൾ പറഞ്ഞുവെന്ന് മാത്രം. ഈ പണ്ഡിതന്മാർ
നേതൃത്വം കൊടുത്ത് പ്രവർത്തിച്ച ആ കാലഘട്ടം ഞാൻ ഈ പറഞ്ഞ കാലഘട്ടമാണ്. വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരു മേഖലയാണത്. ഞാൻ വളരെ ചുരുക്കി പറയാം ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ. ഓരോന്ന് പറയുകയാണ്. ഒന്നാമത്തത് ഞാൻ പറഞ്ഞത്, പ്രമാണം മാനദണ്ഡമാക്കിക്കൊണ്ട് മതം കൈകാര്യം ചെയ്യാൻ തുടങ്ങി എന്നതാണ് ആ കാലഘട്ടത്തിന്റെ ഒന്നാമത്തെ സവിശേഷത. പക്ഷിപ്പാട്ടും കുപ്പിപ്പാട്ടും സെബീനയും അതുപോലെയുള്ള വാറോല കിതാബുകളും ഒക്കെയാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്ന് മനസ്സിലാക്കി പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ അതല്ല, ഖുർആനും സുന്നത്തുമാണ് ഇസ്ലാമിന്റെ പ്രമാണം എന്നിടത്തേക്ക് സമൂഹത്തെ കൊണ്ടുവന്നു എന്നതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഞാൻ സൂചിപ്പിച്ചു, ഈ ഖുർആനിനെയും സുന്നത്തിനെയും സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അളക്കുകയല്ല വേണ്ടത്. അത് സ്വഹാബത്തിന്റെ മാർഗം, താബിഈങ്ങളുടെ മാർഗം അവലംബിച്ചുകൊണ്ടാണ് അതിനെ സ്വീകരിക്കേണ്ടതും ആചരിക്കേണ്ടതും. അവരെയാണ് സലഫുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സലഫുകൾ, മാ അന അലൈഹി അൽ യൗമ വ അസ്ഹാബി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. 72 വിഭാഗമായി മുൻകാലത്തുള്ള വിഭാഗങ്ങളായിട്ടുണ്ട്. എൻ്റെ ഉമ്മത്താകട്ടെ 73 അതിലൊന്നു മാത്രമേ സത്യത്തിന്റെ കക്ഷിയുള്ളൂ. അത് അൽ ജമാഅയാണ്. ഏതാണ് അൽ ജമാഅ? മാ അന അലൈഹി അൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിൽ ഉറച്ചു നിന്നുവോ ആ മാർഗം കൈക്കൊള്ളുന്നവരാണ് യഥാർത്ഥത്തിൽ സത്യത്തിന്റെ മാർഗത്തിലുള്ളത്. അവരാണ് സ്വർഗത്തിന്റെ പാതയിൽ. അഥവാ രണ്ടാമത് നമ്മൾ സമൂഹത്തെ പഠിപ്പിച്ചത് ഈ ഖുർആനും സുന്നത്തും ഈ സ്വഹാബത്തിന്റെ മാർഗം അവലംബിച്ചുകൊണ്ട് സ്വീകരിക്കണം എന്നാണ്. ആ സ്വഹാബത്തിനെയാണ് നമ്മൾ മുൻഗാമികൾ, പൂർവസൂരികൾ അഥവാ അറബിയിൽ സലഫുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരുടെ മാർഗത്തെയാണ് മൻഹജ് എന്ന പേരിൽ തിരിച്ചറിയപ്പെടുന്നത്. അതുകൊണ്ട് ആ മൻഹജു സലഫ് സ്വീകരിച്ചുകൊണ്ട് വേണം ഖുർആനും സുന്നത്തും ഉൾക്കൊള്ളാൻ. സലഫി മൻഹജ് എന്ന് പറയുന്നത് ഒരു പ്രമാണമല്ല, അത് പ്രമാണം സ്വീകരിക്കുവാനുള്ള ഒരു മാനദണ്ഡമാണ്, ഒരു മെത്തഡോളജിയാണ്, ഒരു രീതിശാസ്ത്രം മാത്രമാണ് എന്ന് നമ്മൾ സമൂഹത്തെ പഠിപ്പിച്ചു. അതിന് തെളിവ് നിങ്ങൾ ഓർത്തു വെക്കുക. ചിലരെങ്കിലും ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഈ മൻഹജു സലഫ് എന്നുള്ള വാക്ക് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ വല്ലാതെ പുഴങ്ങിയത്. അങ്ങനെ പരസ്യമായി പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകളൊക്കെ അത് ഉള്ളിൻ്റെ ഉള്ളിൽ കുറേശ്ശെ ഇങ്ങനെ ഓർത്തു വെക്കാറുമുണ്ട്. എന്നാൽ എഴുതി വെക്കുക, തന്നെ പോയിട്ട് നോക്കുക. ഇത് നമ്മൾ പുതുതായിട്ട് പറഞ്ഞുണ്ടാക്കിയ ഒരു സാധനം ഒന്നല്ല. ഈ മാനദണ്ഡം പാലിച്ചതുകൊണ്ടാണ് നമുക്ക് മര്യാദക്ക് ഈ കൗമിനെ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. അതിൻ്റെ ഒരു തെളിവ് എന്താ അറിയോ? നമ്മുടെ ഖുർആൻ പരിഭാഷ തന്നെയാണ്. ഖുർആൻ പരിഭാഷ നിങ്ങൾ ഇന്നൊന്ന് പോയിട്ട് നോക്കൊണ്ടു. അതിൻ്റെ ആമുഖം, 1-ാം വാള്യത്തിൻ്റെ ആമുഖത്തിൽ കാണാൻ സാധിക്കും. അവതാരിക എഴുതിയിട്ടുണ്ട് ബഹുമാന്യനായ KM മൗലവി. KM മൗലവി അവതാരിക എഴുതി വളരെ കുറച്ചേ ഉള്ളൂ. അതിന് 2-ാമത്തെ പാരഗ്രാഫിൽ കാണാം ഈ തഫ്സീറിന്റെ പ്രത്യേകത എന്താണ്. എന്താ അമാനി മൗലവി തഫ്സീർ എഴുതാൻ തുടങ്ങിയത്? ഏത് സൂറത്ത് മുതലാ? ഇവിടുത്തെ കാരണവന്മാർക്ക് ഓർമ്മ ഉണ്ടാവുക. നമുക്ക് എല്ലാവർക്കും തോന്നുന്നപ്പോൾ അത് സെറ്റ് ചെയ്ത് വന്നപ്പോൾ ആദ്യം ഫാത്തിഹ സൂറത്താണ്, പിന്നെ അൽ ബഖറയാണ്, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അമാനി മൗലവി എഴുതിയത് ഫാത്തിഹ സൂറത്ത് മുതലോ അൽ ബഖറ മുതലോ അല്ല. അമാനി മൗലവി ആദ്യം എഴുതിയത് സൂറത്ത് കഹ്ഫിന്റെ പരിഭാഷയാണ്. എന്ത് സൂറത്ത് കഹ്ഫിന്റെ പരിഭാഷ ആദ്യം എഴുതാൻ കാരണം? സൂറത്ത് കഹ്ഫിന്റെ പരിഭാഷ ആദ്യം എഴുതാനുള്ളൊരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. അതായത് CN അഹമ്മദ് മൗലവിയെ പോലെയുള്ള ഖുർആൻ പരിഭാഷ എഴുതി ഗവൺമെന്റിന്റെ അവാർഡ് വാങ്ങിയ ചില പണ്ഡിതന്മാർ, ഞങ്ങളുടെ നാട്ടുകാരനായ പണ്ഡിതനാണ്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഈ സൂറത്ത് കഹ്ഫൊക്കെ വിശദീകരിച്ചിട്ട് പല മുഅ്ജിസത്തുകളെയും അവരുടെ ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന അവസ്ഥ വന്നു. ഇത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, ഇത് സലഫുകളുടെ മാർഗം വിട്ടുകൊണ്ടുള്ള പോക്കാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അമാനി മൗലവി സൂറത്ത് കഹ്ഫിൽ നിന്ന് തന്നെ ഇതിൻ്റെ വിശദീകരണം, അതിൻ്റെ പരിഭാഷ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് പിന്നെ KM മൗലവി അതിൻ്റെ ആമുഖത്ത് അവതാരികയിൽ പറഞ്ഞു, ഈ തഫ്സീറിന്റെ പ്രത്യേകത ഇത് സലഫിയീങ്ങളുടെ പാത ഉൾക്കൊള്ളുന്ന ഒരു തഫ്സീറാണ്, ഒരു പരിഭാഷയാണ്. സലഫിയീങ്ങളുടെ അഥവാ മുൻകാലക്കാരുടെ. വായിച്ചവരാണല്ലോ ഇരിക്കുന്നത്. എല്ലാ സ്ഥലത്തും നോക്കി നിങ്ങൾ അമാനി മൗലവിയുടെ ഒരു സൂക്ഷ്മത. ഓരോ വിശദീകരണം കൊടുത്തിട്ടും അതിൻ്റെ അവസാനം എന്താ കൊടുക്കുക? അല്ലാഹു അഅലം. അത് ഇതാണ് സഹാബത്ത് പറഞ്ഞത്, ഇതാണ് ഹദീസുകളിലുള്ളത്, ഇതാണ് മുൻഗാമികൾ പറഞ്ഞത്, ബാക്കി അല്ലാഹു അഅലം. ഒരു സ്വന്തമായ വ്യാഖ്യാനം ഒരിക്കലും അതിന് കൊടുത്തിട്ടില്ല. ഇതന്നെയാണ് നമ്മൾ സലഫി മൻഹജ് അനുസരിച്ചാണ്
മുമ്പ് പോയിട്ടുള്ളത് എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ്. ഒരു വണ്ടി KL 18D 8558 ഒരു വെള്ള ഏതാണ് സ്കോർപ്പിയോ അല്ലേ, സ്കോർപ്പിയോ, അതൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതൊരു പ്രധാന തെളിവാണ്. നമ്മൾ സലഫുകളുടെ മാർഗം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ തഫ്സീർ വന്നത്. അതുകൊണ്ടാണ് മുജാഹിദുകളല്ലാത്ത മുജാഹിദുകളല്ലാത്ത ആളുകളുടെ വീടുകളിൽ പോയി നോക്കൊണ്ടു അവിടെ ഉണ്ടാവും അമാനി മൗലിന്റെ തഫ്സീർ. എന്നാൽ അന്ന് CN അഹമ്മദ് മൗലവി എഴുതിയ തഫ്സീർ എത്ര വീടുകളിലുണ്ട് വായിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് വായിക്കപ്പെടാത്തത്? അതാണ് അതിന്റെ പ്രത്യേകത. ഇത് സലഫുകളുടെ മാർഗം അവലംബിച്ച് എഴുതിയതുകൊണ്ടാണ് എല്ലാവരും ഇത് റെഫർ ചെയ്യാനുള്ള കാരണം, അതിന് കാലാധിപത്യമായി നിലനിൽക്കാനുള്ള കാരണം. അപ്പോൾ ഒന്നത്. ഇതേപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട തെളിവാണ് KJUവിന്റെ രൂപീകരണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താ KJUവിന്റെ പേര്? കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് മാത്രമല്ല, കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഉലമാ സംഘം എന്നാണ്. അത് ബ്രാക്കറ്റിലുണ്ടാവും. ആ പേരെന്നെയാണ് ഈ സലഫുകൾ എന്നുള്ളത് കൊണ്ടാണ് സലഫുകളുടെ മാർഗം അവലംബിച്ച പണ്ഡിത സഭ ആയതുകൊണ്ടാണ് അങ്ങനെ പേരിടാൻ കാരണം. ഇനി അതിന്റെ ഭരണഘടന എടുത്തു നോക്കി. ആ ഭരണഘടനയിൽ ആമുഖത്തിൽ കാണാൻ പറ്റും ഇത് സലഫു സാലിഹ്യങ്ങളുടെ മാതൃക അനുസരിച്ചുകൊണ്ട് മതവിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന പണ്ഡിത സഭയാണെന്ന് കാണാൻ പറ്റും. അൽമനാറിന്റെ അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട അതിന്റെ മുഖപ്പേജിൽ തന്നെ കാണാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഞാൻ ആദ്യമായി പങ്കെടുത്ത സംസ്ഥാന സമ്മേളനം കുറ്റിപ്പുറം സമ്മേളനമാണ്. പുളിക്കൽ സമ്മേളനം, അതിന്റെ മുമ്പുള്ള സമ്മേളനത്തിൽ പങ്കെടുത്ത വളണ്ടിയർമാരൊക്കെ ഇവിടെ ഉണ്ട്. അന്നു മുതലേ സമ്മേളന നഗരിക്കിടുന്ന പേരാണെന്ത്? സലഫി നഗർ, സലഫി മസ്ജിദ്, സലഫി മദ്രസ, സലഫി കോംപ്ലക്സ്. ഈ പേര് നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താ? ഈ മൻഹജ് അഥവാ സലഫിന്റെ മാർഗം, മൻഹജ് എന്നുള്ള അറബി വാക്ക് കേൾക്കുമ്പോൾ ഇങ്ങനെ പരിഭ്രമിക്കേണ്ട കാര്യമല്ല. ഈ സലഫിന്റെ മാർഗം നമ്മൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സലഫികൾ എന്ന പേര് നമുക്ക് പറയാനുള്ള കാരണം. എന്നിട്ട് ഇപ്പൊ ചില ആളുകൾ പറയണത് ഇത് വന്നതാണ് ഇപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അത് മടവൂർ വിഭാഗം എന്ത് ചെയ്തു? അവരുടെ പുസ്തകങ്ങളിൽ എഴുതി ഇത് വിദേശത്തുള്ള പല അന്ധവിശ്വാസങ്ങളും കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമാണ്, മാർഗമാണ് ഈ മൻഹജ് സലഫ് എന്ന് വരെ എഴുതി. അത് പ്രമാണമാണെന്ന് എഴുതി. അത് 5ാം മദ്ഹബാണെന്ന് പറഞ്ഞു. ആ ബുക്ക് ഇപ്പോഴും നിങ്ങളെ കയ്യിലുണ്ടാവും. പണ്ട് 150 പേജുള്ള ഒരു പുസ്തകത്തിലാണ് അവരത് എഴുതി പ്രസിദ്ധീകരിച്ചത്. അപ്പൊ ഇവർ യഥാർത്ഥത്തിൽ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ശരിയായ ഈ ഒരു കാഴ്ചപ്പാടിനെ മാറ്റുന്ന അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ സ്വീകരിച്ച ലൈനാണ്. അതുകൊണ്ടാണ് നമ്മൾ വഴിപിഴക്കാതെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ സലഫിയത്തിന്റെ മാർഗത്തുനിന്ന് വിശദീകരണങ്ങൾ മാറിപ്പോയപ്പോഴാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായത്, ഇവിടെ യാഥാസ്ഥിക വിഭാഗം ഉണ്ടായത്, ഇവിടെ തബ്ലീഗ് ജമാഅത്തുകാരുണ്ടായത്, ഇവിടെ തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടായത്, അതുപോലെയുള്ള എല്ലാ വ്യതിയാന സംഗതികളും ഉണ്ടായത് അതിന്റെ കാരണത്താലാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രത്യേകത ഈ മൻഹജു സലഫ് നമ്മൾ സ്വീകരിച്ചു എന്നതാണ്. മൂന്നാമത്തെ നമ്മുടെ ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത മുൻഗണനാക്രമം കൃത്യമായി നമ്മൾ പാലിച്ചു. അതായത് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഇതാണ് നമ്മുടെ പ്രബോധനത്തിന്റെ മുൻഗണനാക്രമമായി നമ്മൾ പാലിച്ചത്. എവിടെ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ പ്രഭാഷണത്തിൽ അത് കഴിയുമ്പോഴേക്ക് എന്ത് വന്നിട്ടുണ്ടാവും? പടച്ചവനോട് മാത്രമേ ദുആ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായി പറയുന്ന, പച്ചക്ക് പറയുന്ന പ്രഭാഷണങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ആ തൗഹീദ് പറയാത്തൊരു പ്രഭാഷണം ഇനി ഒരു നിക്കാഹ് ഖുതുബ നടത്തുകയാണെങ്കിലും അത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിൽ തൗഹീദ് വരുത്തിയിട്ടുണ്ടാവും. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത. ആ ഒരു ക്രമം നമ്മൾ പാലിച്ചു പോകുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു നമ്മുടെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത. നാലാമത്തെ ഒരു പ്രത്യേകത, നമ്മൾ ഒരു കൃത്യമായ നിലപാട് കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. അതായത് 1ാം സ്ഥാനം എന്നും ആദർശത്തിനും പ്രമാണത്തിനും തന്നെയാണ്. ആ പ്രമാണത്തിലുള്ളത് എന്താണോ അതാണ് നമ്മുടെ ആദർശം. ആ ആദർശത്തിനനുസരിച്ചാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചിട്ടപ്പെടുത്തി പോന്നിരുന്നത്. ആ ആദർശം പ്രബോധനം ചെയ്യുന്ന സംവിധാനമാകുന്ന സംഘടനക്ക് 2ാം സ്ഥാനമാണ് നമ്മൾ ഇത്രയും കാലം കൊടുത്തു പോന്നിട്ടുള്ളത്. ആ സംഘടന പ്രവർത്തനത്തിന് വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾക്ക് 3ാം സ്ഥാനം മാത്രമാണ് നമ്മൾ നൽകിയിരുന്നത്. ഈ 3 സംഗതികളെയും നയിച്ചു മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് 4ാം സ്ഥാനം മാത്രമേ നമ്മുടെ സംഘടനയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ആദ്യ കാലഘട്ടത്തിന്റെ പ്രത്യേകത. അത് സംഘടനാ സംവിധാനമാകട്ടെ, സ്ഥാപനമാകട്ടെ, വ്യക്തികളാകട്ടെ, ഇവർക്കാർക്കും അപ്രമാദിത്വമില്ല. എത്ര മനോഹരമായൊരു ബിൽഡിങ്ങും ഒരു സംവിധാനമാണെങ്കിലും ആ സംവിധാനത്തിന്റെ ഒരവസ്ഥ കൊണ്ട് ഒരിക്കലും ആദർശം മാറ്റാൻ പാടില്ല. സംഘടന എത്ര ഭദ്രതയുള്ളതാണെങ്കിലും സംഘടനക്ക് വേണ്ടി ആദർശത്തിന് മാറ്റം വരുത്താൻ പാടില്ല. വ്യക്തി എത്ര വലുതായ ആളാണെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി നമ്മുടെ സമീപനത്തിൽ മാറ്റം വരുത്താൻ പാടില്ല. എല്ലാതും മാറേണ്ടത്
ആദർശത്തിനനുസരിച്ച്, പ്രമാണത്തിനനുസരിച്ച് സംഘടന മാറണം, ആദർശത്തിനനുസരിച്ച് സ്ഥാപനങ്ങൾ മാറണം, ആദർശത്തിനനുസരിച്ച് വ്യക്തികൾ മാറണം. മാനദണ്ഡമായി നമ്മൾ സ്വീകരിക്കാറുള്ളത് ആദർശമാണ്, പ്രമാണമാണ്. അതിനൊന്നാം സ്ഥാനം നൽകിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിന്റെ തെളിവാണ് കേരള നദുവത്തുൽ മുജാഹിദിന്റെ രൂപീകരണ കാലഘട്ടത്തുള്ള അതിന്റെ മിനുട്സ്. നമ്മൾ എല്ലാവരും ആ മിനുട്സ് ഒന്ന് കൈവശപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയുള്ളത്. 950 കാലഘട്ടങ്ങളിൽ ഇത് രൂപീകരിക്കുമ്പോൾ ആ രൂപീകരിച്ച ഒന്നാം യോഗത്തിന്റെ മിനുട്സ് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ അൽമനാറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് വായിക്കാൻ പറ്റിയത്. അവർക്ക് അള്ളാഹ് അന്ന് അവർക്ക് തോന്നിപ്പിച്ചതാണ്. എന്തിനാണ് ഈ സംഘടന ഉണ്ടാക്കിയതെന്ന് അന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിന്റെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അന്ന് അവർ പറഞ്ഞ എന്തായാലും സത്യപ്രതിജ്ഞ കൊടുത്തിട്ടുണ്ട്. ഈ പ്രതിജ്ഞ ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ ഈ സംഘടനയിൽ ചേരാൻ പാടുള്ളൂ. അതിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഒന്നാമത്തെ ആൾ കെ എം മൗലവിയാണ്. MCC സഹോദരങ്ങളുണ്ട്, അതുപോലുള്ള ആളുകളൊക്കെ ഉണ്ട്. ഈ കെ മൗലവി ഉണ്ട്. എന്നിട്ട് അതിൽ പ്രതിജ്ഞയിൽ പറഞ്ഞ പ്രധാന കാര്യം ഖുർആനും സുന്നത്തും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന മുസ്ലിമീങ്ങളാണ് ഇതിൽ മെമ്പർമാരാകേണ്ടത്. അതോടൊപ്പം പറഞ്ഞൊരു വാക്ക് അടിവരയിടണം, ഖുർആനിനും സുന്നത്തിനും എതിര് പറയാത്തിടത്തോളം കാലം ഞാൻ ഇതിൻ്റെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും ഇതിനാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എത്ര സൂക്ഷ്മതയുള്ള പ്രയോഗം നോക്കി നിങ്ങൾ. ഖുർആനിനും സുന്നത്തിനും എതിര് പറയാത്തിടത്തോളം കാലം ഞാൻ ഇതിൻ്റെ നേതൃത്വത്തെ അനുസരിച്ച് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ ക്ലോസ് വെച്ചത് നോക്കി നിങ്ങൾ. അതാണ് ഒന്നാം സ്ഥാനം. ഖുർആനിനും സുന്നത്തിനും പ്രമാണത്തിനുമാണ്. അതിനെതിരായിട്ട് സംഘടന പറഞ്ഞാലും അതുപോലെ തന്നെ സ്ഥാപനം നിന്നാലും വ്യക്തികൾ നിന്നാലും ഒരു മുജാഹിദിനും നിൽക്കേണ്ടതില്ല. അപ്പൊ നമ്മൾ അന്ന് KM മൗലവി രൂപീകരിച്ച ആ KNM ആണ് നമ്മളിലുള്ളത്. ആ KNMലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് ഇതിന്റെ നേതൃത്വത്തിൽ ആരാണെങ്കിലും അവർ പറയുന്നതിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ, അവരുടെ ശൂറകളിൽ ഖുർആനും സുന്നത്തിനും എതിരായ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഏതൊരു മുജാഹിദിനും അവകാശമുണ്ട്. അതാണ് ആ കാലഘട്ടത്തിൽ നമ്മുടെ പ്രത്യേകതയായിട്ടുണ്ടായിരുന്നത്. അഞ്ചാമത്തെ പ്രത്യേകത, നമ്മൾ സുന്നത്തുകളെ സ്ഥാപിച്ചു. ഇല്ലാത്തൊരു സുന്നത്ത് ഉണ്ടാക്കി എന്നല്ല അതിന്റെ അർത്ഥം. ഉള്ള സുന്നത്തുകളെ ശരിയായ രീതിയിൽ നമ്മൾ നിലനിർത്തി ബിദ്അത്തുകളെ ഒഴിവാക്കുകയും ചെയ്തു. ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അതായത് ബിദ്അത്ത് മതത്തിലില്ല എന്ന് ഉറപ്പുള്ളതിനെ നിഷ്കരുണ നമ്മൾ വെട്ടിമാറ്റി. അതോടൊപ്പം തന്നെ ആ സ്ഥലങ്ങളിൽ സുന്നത്തിനെ സ്ഥാപിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോയത്. അത് നമ്മൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് മിഅ്റാജ് നോമ്പില്ല, അതുപോലെ തന്നെ ബറാത്ത് നോമ്പില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്തു പറയും? തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, അയ്യാമുൽ ബീളിന്റെ നോമ്പുണ്ട്, അറഫ നോമ്പുണ്ട്, മുഹറം മാസത്തിലെ 9ഉം 10ഉം നോമ്പുണ്ട്. ഉള്ളതുണ്ടെന്ന് പറയും, ഇല്ലാത്തത് ഇല്ല എന്ന് പറയും. കൂട്ടുപ്രാർത്ഥന ഇല്ല, അതോടൊപ്പം പറയും ഒറ്റക്കുള്ള പ്രാർത്ഥന ഉണ്ട്. അതുപോലെ തന്നെ തൽക്കീം ചൊല്ലാൻ പാടില്ല, തസ്ബീത്ത് ഉണ്ട്. അതുപോലെ കബറാളിയോട് പ്രാർത്ഥിക്കാൻ പാടില്ല, എന്നാൽ കബർ സിയാറത്ത് ഉണ്ട്. റുഖിയ ശിർക്കിയ പാടില്ല, എന്നാൽ റുഖിയ ശറഇയ്യ ഉണ്ട്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ലൈൻ, ആദ്യ കാലഘട്ടത്തിലെ ലൈൻ. KM മൗലവിയുടെ ഫത്വകളിൽ ഭദ്രമാണ് ആ വിഷയം. അതായത് ഒരു കാര്യത്തെ മൊത്തത്തിൽ നിഷേധിക്കുകയല്ല, ദീനിലുള്ളതിനെ നിലനിർത്തുകയും ഇല്ല എന്നുറപ്പുള്ളതിനെ കൃത്യമായി വെട്ടിമാറ്റുകയും ചെയ്യുന്ന ശരിയായ പ്രവർത്തനം. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പേര് വന്നത്? നന്നാക്കുന്നവർ എന്ന പേര് നമുക്ക് വരാനുള്ള കാരണം. ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഉറബാ അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ الناس മിൻ ബഅദി മിൻ സുന്നതി. ക്ലിയർ ആണ് ആ വാചകം. ഉറബാക്കൾക്ക് ഇതാ മംഗളം, അപരിചിതർക്ക് മംഗളം. എന്താ അപരിചിതരുടെ പ്രത്യേകത? അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ الناس മിൻ ബഅദി മിൻ സുന്നതി. എന്റെ സുന്നത്തിനെ നശിപ്പിച്ചൊരു കൂട്ടരുണ്ട് ഇവിടെ. അതിൽ നിന്ന് നന്നാക്കിയെടുക്കുന്ന വിഭാഗം, ആ സുന്നത്തിനെ നന്നാക്കുന്ന ഒരു വിഭാഗം, മതത്തെ ശരിയായ രൂപത്തിൽ കൊണ്ടുവരുന്ന, തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വിഭാഗം, അവർക്കാകുന്നു എന്റെ മംഗളം എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. അതിനുപയോഗിച്ച പദപ്രയോഗം എന്താ? അല്ലദീന യുസ്ലിഹൂന. അതിൽ നിന്നാണ് ഇസ്ലാഹ് എന്ന വാക്ക് നമ്മൾ എടുത്തത്. അങ്ങനെയാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പേര് വരാനുള്ള കാരണം. ശരിക്കും ശ്രദ്ധിക്കണം. ഉള്ളതുപോലെ നിലനിർത്തുകയും ഇല്ലാത്തത് ഇല്ലെന്ന് പറയുകയും ചെയ്യുന്ന ശൈലി സ്വീകരിച്ചത് കൊണ്ടാണ്, അങ്ങനെ നന്നാക്കിക്കൊണ്ടെന്ന പ്രസ്ഥാനമായതുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പേര് പറഞ്ഞത്. സലഫി പ്രസ്ഥാനം എന്ന പേര് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ആ സലഫിന്റെ മാർഗം പിൻപറ്റുന്നത് കൊണ്ടാണ്.
ഇത് ധീരമായി ആരുടെ മുമ്പിലും കൃത്യമായി പറയുന്നത് കൊണ്ടാണ് നമുക്ക് മുജാഹിദുകൾ എന്ന പേര് വരാനുള്ള കാരണം. ആ കേൾക്കുന്ന ആളുകൾക്ക് എന്തു തോന്നും എന്ന് വിചാരിച്ച് സത്യം നമ്മൾ എന്ത് ചെയ്യൂല, പറയാതിരിക്കില്ല. അത് കൃത്യമായി നമ്മൾ പറയും, ആ രംഗത്ത് പോരാടും. ആറാമത്തെ നമ്മുടെ ഒരു പ്രത്യേകത, പ്രമാണത്തിന് ബുദ്ധിയെക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കും. ബുദ്ധി നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചു കൊണ്ടല്ല, പ്രമാണത്തിനനുസരിച്ചു കൊണ്ട് നമ്മൾ ചിന്തിക്കുക എന്ന രീതിയാണ് നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. അഫലാ യഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ചിന്ത, ആ ബുദ്ധി, അത് ഉപയോഗിക്കൽ, അത് നമ്മൾ ആരും വിമർശിക്കുന്ന വിഷയമല്ല. ഈ പ്രപഞ്ചത്തിന് പിന്നിലുള്ള സ്രഷ്ടാവ് ആരാണെന്ന് കണ്ടെത്തി, ആ സ്രഷ്ടാവ് നമുക്ക് ഇറക്കിയിരിക്കുന്ന വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കി അത് സത്യമാണ്, പ്രവാചകൻ സത്യമാണ് എന്നൊരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഖുർആനിനെയും സുന്നത്തിനെയും പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നതാണ്, വിശ്വസിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. അപ്പോഴാണ് അവൻ വിശ്വാസിയാകുന്നത്. ഞാൻ എല്ലാം കണ്ടാലേ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞ വിശ്വാസി എന്ന് പറയും. പിന്നെ എൻ്റെ മുമ്പിൽ ഇത്രയും ആളുകൾ ഇരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ കാണുന്ന കാര്യമാണ്. സ്വർഗം നമ്മൾ കാണാത്തതാണ്, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. നരകം ഞാൻ അതിൽ കാണാത്തതാണ്, ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹുവിനെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വിശ്വസിക്കുന്നു. അതേ, മറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തിന്റെ മാനദണ്ഡം ഖുർആനാണ്, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാകുന്ന ഹദീസുകളാണ്. ഇത് രണ്ടിലും പറയുന്നത് സത്യമാണെന്ന് ഒരാൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ എന്റെ ബുദ്ധിക്ക് അത് പറ്റണില്ല എന്ന് പറയാൻ പാടില്ല. അപ്പൊ ബുദ്ധിക്ക് ഇസ്ലാമിൽ പ്രാധാന്യമില്ലേ? ഉണ്ട്. പക്ഷെ അത് ഈ പ്രമാണം സത്യമാണെന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പ്രമാണത്തിലുള്ളത് സ്വീകരിക്കുക, അത് നമ്മളെ ബുദ്ധിക്ക് പറ്റൂല്ലേ എന്നുള്ളത് ചെയ്യാൻ പാടില്ല. ഇതാണ് നമ്മൾ സ്വീകരിച്ച മറ്റൊരു രീതി, നമ്മുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏഴാമത്തെ ഒരു പ്രത്യേകത, മദ്ഹബുകളെ അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടായിട്ടില്ല. ഏതൊരു മദ്ഹബിനോടും നമ്മൾ ഒരേ അകലമാണ് പാലിച്ചിട്ടുള്ളത്. ഒരൊറ്റ മാനദണ്ഡം, ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഹദീസ് സ്ഥിരപ്പെട്ടാൽ അതാകുന്നു ഞങ്ങളുടെ പക്ഷം എന്നാണ് എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ ഇമാമിയങ്ങളെയും അംഗീകരിക്കുന്നു. അവർ ഖുർആനോട് സുന്നത്തിനോട് യോജിക്കുന്നത് പറഞ്ഞതേതോ അത് നമ്മൾ സ്വീകരിക്കും. അല്ലാത്തത് അവരുടെ അനുവാദത്തോടു കൂടി തന്നെ ആ വിഷയത്തെ തള്ളും എന്നതാണ് നമ്മുടെ മാനദണ്ഡം. ഒന്നിനെയും അന്ധമായി സ്വീകരിക്കുന്ന രീതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു മദ്ഹബായി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല. ഏത് 921 കാലഘട്ടത്തിൽ കുറച്ച് പണ്ഡിതന്മാർ കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് കേരള നദവത്തുൽ മുജാഹിദീൻ. അതിന് കുറച്ച് പദ്ധതികളും കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലപാടാണ് ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളൊക്കെ സ്വീകരിക്കേണ്ടത്. അവരാ പറഞ്ഞതാണ് സ്വീകരിച്ചാൽ മതി എന്ന രീതിയിൽ ഒരു പുതിയ മദ്ഹബിന്റെ രൂപത്തിലല്ല മുജാഹിദ് പ്രസ്ഥാനത്തെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതും തന്നെ നമ്മൾ സ്വീകരിക്കുന്നത് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർക്ക് ലഭ്യമായ അറിവിന്റെയും വിവരത്തിന്റെയും പരിസരത്ത് നിന്നുകൊണ്ടാണ് അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറം എന്തെങ്കിലും വിഷയങ്ങളിൽ ഖുർആനിലാകട്ടെ ഹദീസിലാകട്ടെ കൂടുതൽ പഠനങ്ങളും കാര്യങ്ങളും നടക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം മുമ്പ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, അത് ഞങ്ങളെ പ്രസ്ഥാനം പറഞ്ഞതിന് അപ്പുറത്തേക്കില്ല എന്ന് പറയുന്ന രീതിയില്ല. ഉമർ മൗലവി പറഞ്ഞ തത്വമാണ് അവിടെ നമ്മൾ സ്വീകരിക്കുന്നത്. ആളെ നോക്കരുത്, തെളിവ് നോക്കുക എന്നതാണ്. തെളിവിനനുസരിച്ച് മാറും. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. അപ്പൊ മദ്ഹബുകളോട് എന്തൊരു സമീപനം സ്വീകരിച്ചോ അതേ രീതി തന്നെയാണ് നമ്മുടെ സംഘടനാ സംവിധാനത്തോട് നമ്മൾ സ്വീകരിക്കുന്നത്. അന്ധമായി അത് പറഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല എന്ന രീതി നമ്മൾ ഇത്ര കാലം ചെയ്തിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല എന്നതും നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എട്ടാമത്തൊരു പ്രത്യേകത എന്താ അറിയോ? ഈ ആദർശ പ്രബോധന രംഗത്ത് കൃത്യമായ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചിരുന്നു നമ്മുടെ ആദ്യകാലത്തുള്ള തലമുറ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഞാൻ അനുഭവങ്ങൾ പറയേണ്ടതില്ല. ഏതൊരു നമ്മൾ ആ കാലഘട്ടത്തിൽ നയിച്ചിരുന്ന പണ്ഡിതന്മാരുടെ ജീവചരിത്രം നമ്മളൊന്ന് വായിക്കണം. അത് വായിക്കുമ്പോൾ തന്നെ അവരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ എത്രത്തോളം ഭക്തിയും സൂക്ഷ്മതയും ആ കാര്യങ്ങളിൽ പാലിച്ചിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം, നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു യോഗത്തിൽ പറഞ്ഞ 2 ഉദാഹരണം എനിക്ക് ഓർമ്മ വരികയാണ്. ഒന്ന്, ബഹുമാന്യനായ അലി മിയാൻ, അബുൽ ഹസൻ അലി നദ്വി എന്ന് പറയുന്ന ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അറിയപ്പെടുന്ന പണ്ഡിതൻ. അദ്ദേഹം നമ്മുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ കേരളത്തിൽ വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത്ര എനിക്ക് ഇവിടെയുള്ള ദായിമാരെയൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി, അവരോട് കുറച്ച് ഉപദേശം പറയാൻ വേണ്ടി ഒന്ന് കിട്ടണം. അപ്പൊ ദായിമാരെയൊക്കെ വിളിച്ച് അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അപ്പൊ സമ്മേളന തിരക്കായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ തിരക്ക് പിടിച്ച പ്രവർത്തനത്തിന്റെ ഇടയിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത്, അതുകൊണ്ട് വിശദമായി ഞാൻ സംസാരിക്കുന്നില്ല, ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്താണത്?
നിങ്ങളെല്ലാവരും ഇതായി ഇരിക്കണ മനുഷ്യന്റെ മാതിരി ആകണം, ഇദ്ദേഹത്തെ മാതൃകയാക്കണം. ആരാ ചെയറിൽ ഇരിക്കണമെന്നറിയോ? അന്നത്തെ പ്രസിഡന്റായ ബഹുമാന്യനായ KM മൗലവിയാണ്. ആ KM മൗലവിയെ ചൂണ്ടിക്കൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. എന്താ ആ വാക്കിന്റെ അർത്ഥം? അത്രയും KM മൗലവിയുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയും ശ്രദ്ധയും കാര്യങ്ങളും ബോധ്യപ്പെട്ടിരുന്നു അലിമിയാൻ എന്നുള്ളതാണ്. അതായത് അത് ഇതിന്റെ ഒരു സിമ്പലാണ്. ആ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനവധി ഉദാഹരണങ്ങൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ബഹുമാന്യനായ KP, ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, MSMന്റെ സംസ്ഥാന കൗൺസിലുകളിൽ ആ കാലഘട്ടത്തിലൊക്കെ വന്ന് 10, 15 അല്ലെങ്കിൽ 12, 13 മിനിറ്റൊക്കെ അദ്ദേഹം സംസാരിക്കുള്ളൂ, അധികമൊന്നും സംസാരിക്കൂല. പക്ഷെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും 1, 2 ആയത്ത് ഓതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏതെങ്കിലും ചരിത്ര സംഭവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടാവും. അതിൽ കൃത്യമായി വൈജ്ഞാനികമായ ഒരു സംഗതി അതിനുണ്ടാവും. ആ കാലഘട്ടത്തിൽ നമ്മൾ ദീനിയായി ശ്രദ്ധിക്കേണ്ട ഒരു നസീഹത്ത് അവിടെ വന്നിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ ആ പണ്ഡിതന്മാരുടെ പ്രഭാഷണത്തിൽ തന്നെ കാണുന്നതാണ്. ബഹുമാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹം വാണിയമ്പലം ശാന്തി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അന്ന് അദ്ദേഹം അവിടെ അല്പസമയമാണ് സംസാരിച്ചതെങ്കിലും ആഖിറത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് സംസാരം. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ നോക്കൊണ്ട്, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ നോക്കൊണ്ട് ഏത് സമയത്തും പരലോകത്തെ ഊന്നി നിന്നുകൊണ്ട് പരലോക ബോധം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ പുലർത്തി വന്നിരുന്ന ഒരു വലിയ രീതിയാണ്. ജീവിത വിശുദ്ധിയുടെ, ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയുടെ, ഓർമ്മപ്പെടുത്തലിന്റെ ഒരു ശൈലിയും രീതിയും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതോടൊപ്പം സുന്നത്തുകളോടുള്ള കണിശത. ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു ബേജാർ എന്താന്ന് ചോദിച്ചാൽ, പരസ്യമായിട്ടും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പൊ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ഈ ചെറുപ്പക്കാരൊക്കെ പാടങ്ങോട്ട് വന്നിട്ട് അവരാണ് ഇപ്പൊ ഈ താടി നീട്ടലും ഞെരിയാണിക്ക് മേലെ വസ്ത്രം കയറ്റിയെടുക്കലും അതിപ്പോ ഉണ്ടായൊരു സംഭവമാണ്, ഇത് മുമ്പില്ലാത്തതാണ്. അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പല ആൾക്കാർ പരസ്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇതിനെ ഒരു ഭീതിയോടുകൂടി കണ്ടു. ഇത്തരം ചില നടപടികളിലേക്കും കടുത്ത തീരുമാനങ്ങളിലേക്കും പോകുന്നതിന് നമ്മുടെ നേതൃത്വത്തെ പലപ്പോഴും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെ പിന്നിലും ഇതെന്തോ ഒരു സൂഫിസത്തിലേക്ക് പോവുകയാണോ എന്നൊക്കെയുള്ള ഒരു ബേജാർ അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ഇതെന്തോ ഒരു പുതിയതാണ്, ഇതൊന്നും നമ്മുടെ പാരമ്പര്യത്തിൽ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതി, പറയാതെ പറയുന്ന ഒരു ശൈലി വർത്തമാനങ്ങളിലും എഴുത്തുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വസ്തുതയാണോ അത്? അല്ല. ബഹുമാനായ KM മൗലവിയുടെ ചിത്രം, അദ്ദേഹത്തിന്റെ ഫത്വകൾ അടങ്ങിയ ഒരു സമാഹാരത്തിന്റെ ആ ഒരു പുസ്തകത്തിന്റെ കവർ പേജിൽ കാണാൻ പറ്റും. മർക്കസ് ദേവി എന്നാണ് ഇറക്കിയിട്ടുള്ളത് അല്ലേ? എത്രണ്ട് താടി, നെഞ്ചിന്റെ താഴെ താടിയുള്ള ആളായിരുന്നു ബഹുമാനായ KM മൗലവി അല്ലേ? അതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ഓരോരുത്തരും നമുക്ക് കാണാൻ സാധിക്കും. ഉമർ മൗലവിന്റെ താടിന്റെ നീട്ടം എത്ര ഉണ്ടായിരുന്നു? KP മുഹമ്മദ് മൗലവിയുടെ താടി എത്ര ഉണ്ടായിരുന്നു? അപ്പോ ആ കാലഘട്ടത്തിൽ താടി മുളച്ചു വരുന്ന പണ്ഡിതന്മാർ അത് നീട്ടിയിട്ടുണ്ട്. എന്നാൽ അപൂർവം ആളുകൾ ഇല്ലാതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മുൻനിരയിൽ നിന്ന് ഇതിനെ നയിച്ചിരുന്ന ആളുകളുടെ പ്രത്യേകത അത് തന്നെയായിരുന്നു. അപ്പൊ ആ താടി നീട്ടുക എന്നുള്ളതൊന്നും എന്തല്ല അപ്പൊ പുതിയത് വന്നതല്ല. ആ കാലഘട്ടം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നതിന് നേർസാക്ഷ്യങ്ങളായി ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. 9ാമത്തെ ഒരു പ്രത്യേകത, വിജ്ഞാന സമ്പാദനത്തിന് ഭയങ്കര താല്പര്യം കാണിച്ചിരുന്നു ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എന്നുള്ളതാണ്. അതിന് തന്നെ KM മൗലവിയുടെ ഒരു അനുഭവം നമ്മുടെ ഒരു പണ്ഡിതൻ തന്നെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഒരു ദിവസം 1921 കാലത്ത് KM മൗലവിയെ കാണാനില്ല, വീട്ടിൽ നിന്ന് കാണാനില്ല. എല്ലാവരും ബേജാറായി. കാരണം എന്താ? അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രതിയായി കാണുകയും അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിനെ അന്വേഷിച്ചിട്ട് കാണാതായപ്പോൾ അവസാനം അന്വേഷിച്ച് ചെന്നപ്പോൾ വൈകുന്നേരം അദ്ദേഹത്തിനെ കണ്ടെത്തിയത് ഒരു പോസ്റ്റ് ഓഫീസിന്റെ ഒരു വരാന്തയിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ എന്താ സംഭവം? അദ്ദേഹത്തിന് എവിടെ നിന്നോ ഒരു അറബി ഗ്രന്ഥം അദ്ദേഹത്തിന്റെ അഡ്രസ്സിൽ വന്നിട്ടുണ്ട്. അത് വാങ്ങാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിൽ പോയതാണ്. അവിടെ ചെന്ന് അത് വാങ്ങി പൊട്ടിച്ച് അതിന്റെ ഉള്ളടക്കം വായിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ അടുത്ത പേജ് വായിച്ചു. അവിടെ ഇരുന്നു. അറിയാതെ ആ പുസ്തകം അവിടെ ഇരുന്നാണ് വായിച്ചാണ് തീർത്തിരിക്കുകയാണ്. സമയം പോയത് അറിഞ്ഞിട്ടില്ല, നേരം പോയത് അറിഞ്ഞിട്ടില്ല. ഇരുന്ന് എന്ത് മനസ്സിലാക്കാം? വിജ്ഞാനത്തിനോട് അവർ കാണിച്ച അങ്ങേയറ്റത്തെ ഒരവസ്ഥ ആലോചിച്ച് നോക്കണം. ഈ ഒരു സാഹചര്യം ഇത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. ആ കാലഘട്ടത്തിലുള്ള ഒരു വല്ലാത്ത പ്രത്യേകതയാണ് പുസ്തകങ്ങളോടും കാര്യങ്ങളോടും. അതുപോലെ തന്നെ അന്നുള്ള ഇന്ന പ്രത്യേകതയാണെന്ത്? ഉലമാക്കളെയും ഉമറാക്കളെയും അവർക്കനുസരിച്ചുള്ള ആദരവ് നൽകി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്നത്. അതായത് ഉലമാക്കളെ അതിനനുസരിച്ച് അവർ നയിക്കുകയും ഉമറാക്കൾ നയിക്കപ്പെടുകയുമാണ് ചെയ്തിരുന്നത്.
അതായത് ഉമറാക്കൾ ഓരോ സ്ഥലത്തും അതിനാവശ്യമായ സൗകര്യം. ശരി, അപ്പോ അത് ആ കാലഘട്ടത്തിന് മറ്റൊരു പ്രത്യേകതയാണ്. അതായത് ഉമറാക്കൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പല സ്ഥലത്തും പള്ളിയും സൗകര്യങ്ങളും സ്വാധീനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ അവർ പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ കൂടെ നിൽക്കുകയായിരുന്നു അവർ. അല്ലാതെ അവരെടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് പണ്ഡിതന്മാർ നിന്ന് കൊടുക്കുന്ന ഒരു ശൈലി ആ കാലഘട്ടത്തിൽ നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. അതും നമ്മുടെ ഒരു പൈതൃകത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ തീരുമാനങ്ങൾ വിവാദമാകുന്ന വിഷയങ്ങളിൽ, അതുപോലെ ഇന്ത്യയെ ബാധിക്കുന്ന, കേരളത്തെ ബാധിക്കുന്ന, നമ്മുടെ സംഘടനയെ ബാധിക്കുന്ന, മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന അതാത് കാലഘട്ടത്തിലുള്ള ചൂടേറിയ വിഷയങ്ങൾ വരുമ്പോൾ വളരെ പക്വമായ തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഇഷ്യൂസുകളിൽ കാണാൻ കഴിയും. പലതും നമ്മൾ വായിച്ചതാണ്, എന്നാൽ ആ അനുഭവിച്ച ആളുകൾ, അതിനൊക്കെ സാക്ഷികളായ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും, കാരണവന്മാരായ ആളുകൾ. അതിലേറ്റവും എടുത്തു പറയാവുന്ന ഒരു സംഗതിയാണ് കുവൈത്ത് ആക്രമിക്കപ്പെട്ട ഒരു സന്ദർഭം. കുവൈത്ത് ആക്രമിക്കപ്പെട്ടപ്പോൾ എല്ലാ മുസ്ലിം സംഘടനകളും വൈകാരികമായി പ്രതികരിച്ചു. ആ സമയത്ത് വളരെ കൃത്യമായ കാഴ്ചപ്പാട് അതിൽ അവതരിപ്പിക്കുകയും തീരുമാനം പറയുകയും ചെയ്ത ഒരു സംഘടനയായിരുന്നു കേരള നദ്വത്തുൽ മുജാഹിദീൻ. അതിനുശേഷം തന്നെ ഏതൊരു വിഷയം വന്നാലും എല്ലാവരും എന്താണ് മുജാഹിദുകൾ ഇതിനെപ്പറ്റി പറയുന്നത് എന്നൊന്ന് നോക്കി നിന്നുകൊണ്ടായിരുന്നു അവർ കാര്യങ്ങളിലേക്ക് പോയിരുന്നതെന്ന് കാണാൻ പറ്റും. ബാബരി മസ്ജിദിന്റെ പതനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുണ്ടായ പൊല്ലാപ്പുകൾ നമുക്കറിയാം. ആ വൈകാരികമായ അവസ്ഥയിലേക്ക് കയറി നിന്നപ്പോൾ അതിനെ ആ ശരിയായ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഇടപെട്ടത് മുജാഹിദ് പ്രസ്ഥാനമാണെന്ന് കാണാൻ കഴിയും. അങ്ങനെ ഓരോ വിഷയത്തിലും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു പക്വതയും പാകതയും ഉണ്ടായിരുന്നു. വൈകാരികമായ തീരുമാനങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏതുവരെ 2002 കാലഘട്ടത്തിൽ ഇതിൽ നിന്ന് കുറച്ച് ആളുകൾ ഇറങ്ങിപ്പോയപ്പോൾ ആ വിഷയം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വരെ പൊതുസമൂഹത്തിന് ഒരു വലിയ തെറ്റുകൾ പറയാൻ ഇടം നമ്മൾ കൊടുത്തിട്ടില്ല. അതുവരെ കൈകാര്യം ചെയ്ത കാര്യങ്ങളിൽ ബഹുമാന്യനായ റസാഖ് മൗലവിയെ പോലെയുള്ള ആളുകൾ അതിൽ കൃത്യമായ കാര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ വരുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്തും ഒരു മാന്യതയും രീതിയും അന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റൊരു രീതി, എല്ലാം കേൾക്കണം എന്ന് പറഞ്ഞ പ്രസ്ഥാനമായിരുന്നു നമ്മുടെ ചരിത്രത്തിലെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മറ്റൊരു പ്രത്യേകത. എല്ലാം കേൾക്കണം, എല്ലാം കേൾക്കണം, എന്നിട്ട് നല്ലത് നിങ്ങൾ പിൻപറ്റണം. ഒരു മുജാഹിദിനോടും ഇത്രയും കാലമായിട്ട് നിങ്ങൾ അയാളെ പ്രസംഗം കേൾക്കരുത്, ഇന്നയാളെ പ്രസംഗം കേൾക്കരുത്, ഇന്നോടത്ത് പോകരുത് എന്ന് ഒരു സർക്കുലർ അയക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യുന്ന രീതി ഒരിക്കലും നമ്മൾ ഉണ്ടായിട്ടില്ല. കാരണം മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഉറപ്പുണ്ട്. അതെന്താ, ഏതൊരാളെ പ്രസംഗം കേട്ടാലും അവർ പഴക്കൂല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അവരെ ആദർശം അറിയാം, അതുകൊണ്ടൊരു ബേജാറുമില്ല. എന്നാൽ മറിച്ച് യാഥാസ്ഥിക വിഭാഗത്തിനായിരുന്നു ആ പേടി. മുജാഹിദീങ്ങൾ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ തലേ ആഴ്ച വെള്ളിയാഴ്ച അവിടെ എന്ത് ചെയ്യും, തറപ്രസംഗത്തിൽ പറയും അതിന് പോകാൻ പാടില്ല. ഈ രീതി അവരാണ് സ്വീകരിച്ചിരുന്നത്. അത് പാടില്ല, എല്ലാം കേൾക്കണം എന്ന് സമൂഹത്തെ പറഞ്ഞ് ആ മതിൽക്കെട്ടുകൾ ഭേദിച്ചവരാണ് മുജാഹിദ് പ്രസ്ഥാനം, അതിന്റെ ആദ്യകാലത്തെ അവസ്ഥ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ പണ്ഡിതന്മാരെ ബഹുമാനിച്ച സംഘടനയാണ്, പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഏത് പണ്ഡിതന്മാരെ? ഇൽമുള്ള പണ്ഡിതന്മാരെ, സലഫിയത്ത് ഉൾക്കൊണ്ട പണ്ഡിതന്മാരെ. അത് പ്രത്യേകിച്ച് വിദേശ നാടുകളിലുള്ളവരാണെങ്കിലും സ്വദേശത്തുള്ളവരാണെങ്കിലും അവർക്ക് അർഹമായ സ്ഥാനം നൽകിയ ഒരു ആദർശ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് കാണാൻ കഴിയും. അത് സൗദി അറേബ്യയിലെ കിബാറുൽ ഉലമയാണെങ്കിലും അതുപോലെ തന്നെ അതുപോലെയുള്ള ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരാണെങ്കിലും അവരോടൊക്കെ നല്ല രീതിയിലുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അവർ അഖീദയിൽ പഴച്ചു എന്ന രീതിയിൽ ഒരു കാലത്തും നമ്മൾ പറഞ്ഞിട്ടില്ല. എന്നാൽ മസ്അലയുടെ വിഷയത്തിൽ പ്രത്യേകിച്ചൊരു ബഹുമത സമൂഹവും പൂർണ്ണമായ ഇസ്ലാമിക് സ്റ്റേറ്റും ഇസ്ലാമിക് രാജ്യവും തമ്മിലുണ്ടാകുന്ന അന്തരത്തിലുണ്ടാകുന്ന സ്വാഭാവികമായ മസ്അലയിലുള്ള ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നതല്ലാതെ അഖീദയിൽ പ്രത്യേകിച്ച് തൗഹീദിന്റെ കാര്യത്തിൽ ഖുർആനെയും സുന്നത്തിനെയും സ്വീകരിക്കുന്ന വിഷയത്തിൽ ബഹുമാന്യരായ ആ ലജ്നാ ദായിമയിലെ പണ്ഡിതന്മാർ അതുപോലെയുള്ള ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർക്ക് തെറ്റു സംഭവിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അവർക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല. എന്ന് മറിച്ച് അവരെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ അർത്ഥം വിദേശത്തുള്ള പണ്ഡിതന്മാർ പറയുന്നതൊക്കെ അങ്ങനെ തന്നെ വിഴുങ്ങണം എന്നല്ല. അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിന്റെ പ്രമാണവും കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ അവരെ ആക്ഷേപിക്കുന്ന ഒരു സംസാരം നമ്മളെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടാവാറില്ല. ഇതൊക്കെ നമ്മൾ ആദ്യകാലത്തെ നല്ല ഒരു ഒന്നാം കാലഘട്ടത്തിന്റെ പ്രത്യേകതകളായി ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞങ്ങൾക്ക് ഓരോന്നോരോ നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ടാവും. ഇപ്പോൾ അത് നിങ്ങൾ എഴുതി ചേർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒന്നാം കാലഘട്ടമാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു കാലഘട്ടം, ഒരു ഇടക്കാലഘട്ടം നമുക്കുണ്ടായി.
ആ ഇടക്കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ നിലപാടുകളൊക്കെ അട്ടിമറിച്ചു എന്നുള്ളതാണ് രണ്ടാം കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം, പണ്ഡിതന്മാർ സ്വാഭാവികമായും പണ്ഡിതന്മാരുടെ കുറവ് സമൂഹത്തിന്റെ മൂല്യശോഷണത്തിന് കാരണമാകുമെന്നത് ഒരു പൊതു തത്വമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യഖ്ബലു അൽ ഇൽമ ഇൻതസാഅൻ യൻതസിഉഹു മിനൻ നാസ് വലാകിൻ യഖ്ബലു അൽ ഇൽമു ബിഖബ്ലിൽ ഉലമാ ഹത്താ ഇദാ ലം യുബ്ഖ ആലിമൻ ഇത്തഖദ الناس റൂസൻ ജുഹാല ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ ഫളല്ലു വഅളല്ലു. എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണിത്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, പണ്ഡിതന്മാരെ ഒറ്റയടിക്ക് ഊരിയെടുക്കുകയല്ല ചെയ്യുക. എങ്ങനെയാണ് അതിന്? അവരെ ഓരോരുത്തരും പണ്ഡിതന്മാരെ പിടിച്ചെടുത്തുകൊണ്ട്, അഥവാ പണ്ഡിതന്മാരുടെ മരണത്തോടുകൂടി ഇൽമിനെ ഇവിടെ നിന്നും ഊരിയെടുക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ആളുകൾ വിവരമില്ലാത്ത ആളുകളെ അതിന്റെ നേതൃസ്ഥാനങ്ങളിൽ വെക്കുകയും അവർ ഫത്വ പറയാൻ തുടങ്ങുകയും അത് ആളുകൾ സ്വീകരിക്കുകയും അങ്ങനെ അവരും അത് സ്വീകരിക്കുന്നവരും വഴികേടിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും എന്ന് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ഇന്നുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എല്ലാ പണ്ഡിതന്മാരും വിവരമില്ലാത്തവരാണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഒരു അവസ്ഥ വരും എന്നെന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ നമ്മളും അനുഭവിച്ചിട്ടുണ്ട്. നല്ല സ്വാത്വികന്മാരായ പണ്ഡിതന്മാരുടെ കുറവ് വരുമ്പോൾ ആ സ്ഥാനങ്ങളിലേക്ക് പിന്നീട് വരുന്നവർ അത്ര തന്നെ ആഴത്തിലുള്ള കാര്യങ്ങളുള്ള ആളുകളാകാതെ വരുമ്പോൾ അതിൻ്റെതായ പ്രശ്നം സമൂഹത്തിനെ ബാധിക്കും. അതിവിടെ ബാധിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അഖീദ കൈകാര്യം ചെയ്യുന്ന മേഖലയിലേക്ക് ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമിയുടെ ഒരു അപ്രമാദിത്വം ഇടക്കാലത്ത് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ അമാനി മൗലവിയും KM മൗലവിയും അതുപോലെ തന്നെ ഡോക്ടർ ഉസ്മാൻ സാഹിബും ഉമർ മൗലവിയും ഒക്കെ എഴുതുകയും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പല കാര്യങ്ങളെയും അതുപോലെ സ്വീകരിക്കാൻ പ്രയാസമുള്ള ഒരു പണ്ഡിതനാണ് യഥാർത്ഥത്തിൽ അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്ന് നേതൃത്വം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിന്തകൾക്കും വീക്ഷണങ്ങൾക്കും ഒരു അപ്രമാദിത്വം കിട്ടിയിരുന്നില്ല, വ്യാപനം കിട്ടിയിരുന്നില്ല ഗ്രന്ഥങ്ങളിലും പ്രസംഗങ്ങളിലും സംഘടനാ വേദികളിലും. എന്നാൽ ഈ പണ്ഡിതന്മാരുടെ കാലഘട്ടം അവസാനിച്ചപ്പോൾ പിന്നീട് ആ സ്ഥാനത്തേക്ക് ഇദ്ദേഹം കടന്നു വരികയും പിന്നെ സുന്നത്തും ബിദ്അത്തും എന്നുള്ള വിഷയത്തിൽ ഒരു പ്രസംഗം വേണമെന്ന് പറഞ്ഞാൽ ആരെ വിളിക്കുക? അബ്ദുസ്സലാം സുല്ലമി. ഹദീസിന്റെ ഒരു വിഷയത്തിൽ ഒരു ഗ്രന്ഥം വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുസ്തകം. അങ്ങനെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പുസ്തകം. അങ്ങനെ പ്രമാണം കൈകാര്യം ചെയ്യുന്ന എഴുത്തുകളും പുസ്തകങ്ങളും ലേഖനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ദായിമാര്, പ്രബോധകന്മാര്, പണ്ഡിതന്മാര് കൂടുതൽ ആശ്രയിക്കുന്നത് അബ്ദുസ്സലാം സുല്ലമിയായി മാറി. സ്വാഭാവികമായും അദ്ദേഹം ഈ പറഞ്ഞ റുഖിയ ശറിയ അംഗീകരിക്കാത്തയാളാണ്. അതുപോലെ തന്നെ സിഹിർ ബാധ ഹഖീഖത്തുണ്ട് എന്ന് അംഗീകരിക്കാത്തയാളാണ്. നേരത്തെ പറഞ്ഞ ഈ സംസം വള്ളവുമായി ബന്ധപ്പെട്ട് അതിന്റെ പുണ്യവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമുണ്ടാക്കിയയാളാണ്. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത പല ഹദീസുകളെയും അദ്ദേഹം ഫൂട്ട് നോട്ട് കൊടുത്ത് ഒഴിവാക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഇതൊക്കെ സംഘടനയിൽ ഒരു അപ്രമാദിത്വം ഉണ്ടാകുന്ന രൂപത്തിൽ കടന്നു വന്നു. യുവത ബുക്ക് ഹൗസ് അദ്ദേഹത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ഇത് ഈ ഒരു കാലഘട്ടം ഒരു വഴിക്ക് നടന്നിട്ടുണ്ട്. സ്വാഭാവികമായും ആ പ്രസംഗങ്ങൾ കേട്ട് അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ കണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? പ്രസംഗ രംഗത്തേക്കും പ്രബോധന രംഗത്തേക്കും ഈ ഉള്ള ആളുകളൊക്കെ കടന്നു വന്ന ഒരു കാലഘട്ടം അതാണ്. സ്വാഭാവികമായിട്ടും എന്തുണ്ടായി? നേരത്തെ KM മൗലവിയും അതുപോലെ തന്നെയുള്ള ആളുകളുമൊക്കെ പഠിപ്പിച്ച ആ ഒരു ലൈനിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് അഖീദയോടും ഖുർആനിനോടും സുന്നത്തിനോടും സലഫിയത്തിനോടും ഒക്കെ ഉള്ള ഒരു മനോഭാവം ഇടക്കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഉണ്ടായി. ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ വേറൊരു വിഷയം, അതേ സമയത്ത് തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ISM കമ്മിറ്റിക്ക് ഇസ്ലാമിനെ പച്ചയായി നമ്മളിങ്ങനെ ശരിക്കും പറയാന്നുള്ളത് അത്ര നല്ലൊരു സംഗതി അല്ല. മറിച്ച് അത് പറയുന്നതോടൊപ്പം തന്നെ ഇവിടെയുള്ള പരിസരം മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പണ്ഡിതന്മാർ പറയേണ്ട കാര്യങ്ങൾ ബുദ്ധിജീവികൾ എന്ന നിലക്ക് എഴുന്നള്ളിപ്പിച്ചുകൊണ്ട് സുകുമാർ അഴീക്കോടിനെ കൊണ്ടും സിവിക് ചന്ദ്രനെ കൊണ്ടും NP ഹാഫിസ് മുഹമ്മദിനെ കൊണ്ടും അതുപോലെയുള്ള സാഹിത്യകാരന്മാർ ഖത്തീബുമാർക്ക് ക്ലാസ് എടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട യോഗങ്ങളിൽ വരിക, ഇസ്ലാമിക് സെമിനാറുകളിൽ വരിക, എന്നിട്ട് അവർ പറയുന്നതിനനുസരിച്ച് അവരുടെ വാക്കുകൾക്ക് വലിയ അപ്രമാദിത്വം കൊടുക്കുക. അവരെ പ്രസംഗം കഴിഞ്ഞാൽ അവരെ ഇരുത്തിയിട്ട് തന്നെ എന്ത് പറയും? അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടതാണ്, NP മുഹമ്മദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അതിന് മേലൊപ്പ് വെക്കുന്ന രീതിയിലാണ് ആ ആളുകൾ ആ കാലഘട്ടത്തിൽ പെരുമാറിയത്. അപ്പൊ ഒരു ഭാഗത്ത് അബ്ദുസ്സലാം സുല്ലമിയുടെ ഈ രീതിയിലുള്ള ഇടപെടലുകളും മറുഭാഗത്ത് സംഘടനയെ ഒരു കേവല
നവോത്ഥാന സംഘടന എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം മറുഭാഗത്തും നടന്നു. അങ്ങനെ നടന്നപ്പോൾ എവിടെ വരെ അതെത്തി? ആശയ സമന്വയം എന്നൊരു മാസിക നമ്മൾ പള്ളിയിൽ വെച്ച് വരി ചേർക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരെ നമ്മൾ എത്തി. എന്താ ആശയ സമന്വയത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്? പാപ്പാന്റെ കഥ, വേശ്യപ്പെണ്ണിന്റെ കഥ, ഇതൊക്കെ പറയുന്ന പ്രചരിപ്പിക്കുന്ന നോവലുകളുള്ള സാധനം പള്ളിയിൽ നിന്ന് റെസിറ്റിൽ എഴുതി കൊടുത്താൽ അതിന് പൂരിപ്പിക്കാനും മെമ്പറിന്റെ ഷോട്ടിൽ നിന്ന് പറയേണ്ട ഒരു അവസ്ഥയ്ക്ക് നമ്മൾ എത്തിയില്ലേ? അതാണ് രണ്ടാം കാലഘട്ടം എന്ന് പറയുന്നത്. ഈ രണ്ടാം കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ നേരത്തെയുള്ള കാലഘട്ടത്തെ അട്ടിമറിച്ചു. അപ്പോൾ ഓരോരുത്തരെ താടി ചെറുതാകാൻ തുടങ്ങി, താടി ചെറുതായി. അതുപോലെ ഞെരിയാണിക്ക് മേലുള്ള വസ്ത്രം ഇറങ്ങാൻ തുടങ്ങി, ഒക്കത്തില് ലൂസായി. സംഗീതത്തിലേക്ക് നമ്മൾ പോയി. സിനിമ അതുപോലെ തന്നെ നമ്മളെ വയലുകളും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ അതിൻ്റെ മുമ്പ് നല്ല മ്യൂസിക്കുള്ള പരിപാടികൾ വെക്കാൻ തുടങ്ങി. അഥവാ ആദ്യ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ശൈലി യഥാർത്ഥത്തിൽ വന്നു. ഇതാണ് ഇടക്കാലം. ഞാൻ ചുരുക്കി പറയണം. ഈ കാലഘട്ടം രൂക്ഷമായപ്പോഴാണ് 1999 കാലഘട്ടത്തിൽ ഈ പോക്ക് പോയാൽ ശരിയാവില്ല എന്ന് പല പണ്ഡിതന്മാർക്കും തോന്നി. അത് ചർച്ചയായി. അത് ചർച്ചയായപ്പോൾ അത് അവസാനം 18 തീരുമാനങ്ങളിലേക്ക് ചുരുങ്ങി. അത് പരിഹാരമായി. അതിൽ നേരത്തെ ഒന്നാം കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമാണെന്ത് അന്ന് നമ്മൾ നടത്തിയത്. അതുകൊണ്ടാണ് ജമിയത്തുൽ ഉലമയുടെ തീരുമാനങ്ങളിൽ ഒന്നാമത്തെ തീരുമാനം എന്താണ്? സലഫി മൻഹജുമായി ബന്ധപ്പെട്ട തീരുമാനം, ഖുർആന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ നമ്മുടെ പ്രബോധനവുമായി ബന്ധപ്പെട്ട വിഷയം എല്ലാം ആ കൾച്ചർ നമ്മൾ ശരിക്കും പറഞ്ഞു. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ വീണ്ടും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതാണ് 2002 പിളർപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? നമ്മൾ പിന്നെ ആ KM മൗലവിയുടെയും അമാനി മൗലവിയുടെയും ഉമർ മൗലവിയുടെയും ആ കാലഘട്ടത്തിലേക്ക്, ശരിയായ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ 10 വർഷം തിരിച്ചുപോയി. നമ്മൾ തിരിച്ചു പോയിട്ടുണ്ട്, ശരിയാണ്. ആ കാലഘട്ടത്തേക്ക് നമ്മൾ തിരിച്ചുപോയി. അപ്പോ ഉമർ മൗലവിയെ പോലെ നമ്മുടെ പ്രവർത്തകന്മാരുടെ താടി നീളാൻ തുടങ്ങി. KP മുഹമ്മദ് മൗലവിയെ പോലെ താടി നീളാൻ തുടങ്ങി. അതുപോലെ KM മൗലവിയെ പോലൊക്കെ താടി നീളാൻ തുടങ്ങി. KM മൗലവി വൈജ്ഞാനികമായി താല്പര്യം കാണിച്ചതുപോലെ നമ്മുടെ ചെറുപ്പക്കാർ നെറ്റിന്റെ മുമ്പിലും സൗകര്യങ്ങളുടെ മുമ്പിലും പോയി വിജ്ഞാനം നേടാൻ തുടങ്ങി. മജാലിസുൽ ഇൽമുകൾ തുടങ്ങി, വിജ്ഞാനവേദി തുടങ്ങി, QSLSകൾ തുടങ്ങി, CREകൾ തുടങ്ങി. അങ്ങനെ തുടങ്ങി മുന്നോട്ട് വന്ന് ഇങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് വന്നപ്പോൾ സാൽവേഷനുകൾ ഉണ്ടായി, അതുപോലെ തന്നെ എക്സിബിഷനുകൾ ഉണ്ടായി, സമ്മേളനങ്ങൾ ഉണ്ടായി. അമുസ്ലിം ദഅവത്ത് എന്ന് പറയുന്നത് ഏതാനും പരിമിതമായ ആളുകളിൽ മാത്രം ഒതുങ്ങി നിന്നത് വ്യാപകമായി ആ ദഅവത്തിന്റെ രംഗം നമ്മൾ തുറന്നു വെച്ചു. ദഅവാ സ്ക്വാഡുകൾ ഒരു ശീലമായി മാറി. അങ്ങനെ കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അധ്യായങ്ങൾ തുന്നിച്ചേർത്തുകൊണ്ടാണ് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷം മുന്നോട്ട് പോയത്. എന്ത് വന്നു? കഴിഞ്ഞ കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് നടത്തിയത്. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ യഥാർത്ഥ ഇസ്ലാമിന്റെ തനതായ ആ മൂല്യത്തിലേക്കുള്ള തിരിച്ചുപോക്ക്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അമരക്കാർ തുടങ്ങി വെച്ച ആ കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്ക് കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലാരും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എന്ത് സംഭവിച്ചു? അതിൽ വിഷമുള്ള ആളുകൾ വീണ്ടും ഉണ്ടായി. സ്വാഭാവികമാണത്. ഈ ഹദീസുകളോടും കാര്യങ്ങളോടും പുച്ഛ മനോഭാവമുള്ള ആളുകൾ, വേറെ പല കാരണങ്ങളാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് വീണ്ടും അസ്വസ്ഥതകൾ തുടങ്ങി. അതിന് ചില ആളുകൾ സന്ദർഭം വന്നപ്പോൾ അവരുടെ ചില വ്യക്തിപരമായ താല്പര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളും നടക്കാതെ വന്നപ്പോൾ അത്തരം ആളുകളെ ക്രോഡീകരിച്ച് അവരെ കൂട്ടി KNMന്റെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവരെ കുറിച്ച് കൂട്ടി ഒരു ഗ്രൂപ്പ് യോഗം ഇവിടെ CD ടവറിൽ വെച്ച് സംഘടിപ്പിക്കുകയും അത് വെച്ചുകൊണ്ട് ഇവർ കുറച്ച് പ്രശ്നക്കാരാണ് എന്ന നിലക്ക് ഇവരെ പ്രശ്നക്കാരായി മാറ്റി ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പഴയ മുജാഹിദ് പ്രസ്ഥാനം, ഏതാണ് ഇടക്കാലത്തുള്ള മുജാഹിദ് പ്രസ്ഥാനം, പഴയ മുജാഹിദ് പ്രസ്ഥാനത്തിലല്ല ഇടക്കാലത്തുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഇവിടെ ഉണ്ടായത്. അതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ അടിത്തറ, താത്വികമായ അടിത്തറ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള കാരണങ്ങളും വിഷയങ്ങളും ഒക്കെ നമ്മൾ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന വിഷയങ്ങൾ ആണ് താനും. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടന്നു പോകുവാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ മേഖലകളൊക്കെ ഇവർ പൊളിച്ചെഴുതി എന്നത് ഞാൻ പറയാതെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇപ്പൊ പ്രമാണങ്ങളിലേക്ക്, മൻഹജിലേക്ക് വരണം. എന്ത് മൻഹജ് എന്ന് ചോദിക്കുന്ന രൂപത്തിൽ പല രീതിയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മുൻഗണനാക്രമം ഇന്ന് എവിടെ പറയുകയാണെങ്കിലും ഈ ജിന്നും സീറും പറഞ്ഞുകൊണ്ട് നടക്കുന്ന രീതിയാണെന്ത് എവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിലപാടിന്റെ കാര്യത്തിലോ ആദർശമല്ല, സംഘടന. അപ്പൊ ഈ അടുത്ത് ഒരു പ്രവർത്തകൻ എന്നോട് പറഞ്ഞ്, അദ്ദേഹത്തിന്റെ അടുത്ത് ഞങ്ങളവിടെയുള്ള ഒരു കാരണവര് ചെന്നിരുന്നു പറഞ്ഞു. എന്നിട്ട് ചോദിച്ചത്ര അദ്ദേഹത്തോട്, നിങ്ങൾ നിലപാടെന്താ, നിങ്ങളെ നിലപാടെന്താ? അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ നിലപാടെന്താ, നമ്മളെ പഴയ നിലപാട് തന്നെ.
നിലപാടിന് മാറ്റൊന്നുമില്ല. അല്ല, എന്നാൽ ഈ വിഷയങ്ങളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങളുടെ നിലപാടെന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രമാണത്തിന്റെ കൂടെയാണ്. അപ്പൊ ഇയാൾ എടുത്ത കൈക്ക് പറയാം, അപ്പൊ നിങ്ങൾ സംഘടനക്ക് എതിരാണല്ലേ? ഏയ്, ഞാൻ പ്രമാണത്തിന്റെ കൂടെ എന്ന് പറഞ്ഞപ്പോ ഇയാൾ ഉടനെ അടുത്ത ചോദ്യം എന്താ, അപ്പൊ നിങ്ങൾ സംഘടനക്ക് എതിരാലേ? എന്താ ഇതിന്റെ അർത്ഥം? പ്രമാണത്തിന്റെ കൂടെ നിന്നു പറഞ്ഞാൽ സംഘടനയ്ക്ക് എതിരാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അനുയായികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത്രക്ക് സംഘടന അപ്രമാദിത്വം ഇപ്പോൾ വന്നിട്ടില്ലേ? ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ക്ലിയറായ ആൾക്കാരും പറയുന്നത് നിങ്ങൾ പറഞ്ഞ വിഷയമൊക്കെ ശരിയാണ്, ക്ലിയറാണ്, പക്ഷെ എന്നാലും സംഘടന പറയുന്നതിനൊപ്പമാണ് ഞാൻ, അല്ലേ? ഇതാണ് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചരിത്രത്തിൽ നിന്ന്, യഥാർത്ഥ മൂല്യത്തിൽ നിന്ന് നമ്മൾ പാളിപ്പോയിട്ടുണ്ട് എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഒരു കാരണം അത് തന്നെയാണ്. അതേപോലെ തന്നെ സുന്നത്തുകളെ സ്വീകരിച്ചു, ബിദഅത്തിനെ ഒഴിവാക്കി. പക്ഷെ ബിദഅത്തിനെ ഒഴിവാക്കി പല സുന്നത്തിനെയും കൂടെ ഒഴിവാക്കുകയാണ്. ഇസ്ലാമിൽ ഉള്ളതിനെ ഒഴിവാക്കുക. അതാണ് നേരത്തെ താജുദ്ദീൻ പറഞ്ഞില്ലേ, എന്ത് റുഖിയ ശറയ്യ ഉണ്ട് എന്ന് KM മൗലവിയും ഒക്കെ പറഞ്ഞ അതേ സംഗതി നമ്മൾ പറഞ്ഞതിന്റെ പേരിൽ അതിനെപ്പറ്റി പറയണത് എന്താ? ഇസ്മിന്റെ പണിക്കാർ എന്നാ പറയണത്. അല്ല, മന്ത്രവാദത്തിന്റെ ആൾക്കാർ എന്നാ പറയണത്. ഇതെങ്ങനെ മന്ത്രവാദാകുക? ആയത്തുൽ കുർസി ഓതുന്നതും ആമന റസൂൽ ഓതുന്നതും അള്ളാന്റെ റസൂൽ സ്വഹിയായി പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ ചൊല്ലുന്നതും രോഗം വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നതും റബ്ബിൽ ഫലക്കും ഓതുന്നതും അത് ഊതുന്നതും തടവുന്നതും അത് മറ്റൊരാൾക്ക് കഴിയില്ലെങ്കിൽ അയാൾക്ക് അത് ചെയ്തു കൊടുക്കുന്നതും മതത്തിൽ അനുവദിക്കപ്പെട്ടതാണ് എന്ന് പണ്ട് കാലത്തെ നമ്മുടെ KM മൗലവിയുടെ ഫത്വകളിൽ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവാദമുണ്ടായപ്പോൾ പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ ചേർന്നുകൊണ്ട് 10 പണ്ഡിതന്മാർ ചർച്ച ചെയ്തപ്പോൾ അവരും ആ കാര്യം കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അത് ആരെങ്കിലും വായിക്കാത്തവരോ കാണാത്തവരോ ഉണ്ടെങ്കിൽ കാണണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ കയ്യിലുള്ളത് ആ തീരുമാനത്തിന്റെ കോപ്പിയാണ്. നോക്കൂ നിങ്ങൾ, ഈ തീരുമാനം അവിടെ വെച്ചെടുത്തതാണ്. ഈ തീരുമാനത്തിൽ ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. ജിന്നുബാധ ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളാൽ രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലം രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവാം. ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതിനോടൊപ്പം റുഖിയ ശർഇയ്യ ചെയ്യാവുന്നതാണ്. ഇത് ആരെഴുതിയതാ? ഇതൊരു സക്കരിയ സ്വലാഹിയുടെ ഒറ്റപ്പെട്ട വാദമാണെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന ആളുകൾ C. കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, PN അബ്ദുൽ ലത്തീഫ് മദനി, M. അബ്ദുറഹ്മാൻ സലഫി, KK സക്കരിയ സ്വലാഹി, അബൂബക്കർ സലഫി, ഹനീഫ് കായക്കൊടി, സമീർ മദീനി ശ്രീമൂല നഗരം, ഷംസുദ്ദീൻ ബാലത്ത്, ഹംസ മദീനി, അഹമ്മദ് അനസ് മൗലവി. ഇതിൽ 13 തീരുമാനങ്ങളുണ്ട്. ഈ തീരുമാനം ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ വായിക്കണം, വാങ്ങണം. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള നമ്മൾ വിവാദമായപ്പോൾ നമ്മൾ തീരുമാനിച്ച തീരുമാനം ഇതാണ്. ഇതൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ എതിർത്തത് എന്തിനെയാണ്? നമ്മൾ എതിർത്തത് റുഖിയ ശിർക്കിയെയാണ്. വളവ് കിട്ടുന്നതിനെയും ചരട് കിട്ടുന്നതിനെയും അതുപോലെ തന്നെ അതിന്റെ പേരിൽ ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെയും പണിക്കന്മാരെടുത്തും ജ്യോത്സ്യന്മാരെടുത്തും അതുപോലെയുള്ള ആളുകളെടുത്തും തങ്ങന്മാരെടുത്തും ബീവിമാരെടുത്തും പോയി ഇത്തരം ചികിത്സകളിൽ ഏർപ്പെടുന്നതിനെയുമാണ് പണ്ട് നമ്മൾ വിമർശിച്ചിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ വിമർശിക്കുന്നത്. അപ്പൊ ഉള്ളതുണ്ടെന്ന് പറയും, ഇല്ലാത്തത് ഇല്ല എന്ന് പറയും. കൂട്ടുപ്രാർത്ഥന ഇല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒറ്റക്കുള്ള പ്രാർത്ഥന ഉണ്ടെന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ബിദഅത്തായ നോമ്പുകൾ ഇല്ല എന്ന് പറയുമ്പോൾ സുന്നത്തായ നോമ്പുകൾ ഉണ്ടെന്ന് നമ്മൾ സ്ഥാപിക്കും. ഈ രീതി ഇപ്പോൾ അട്ടിമറിഞ്ഞു. ഇപ്പൊ എന്താ? ഇതൊക്കെ അന്ധവിശ്വാസമായിട്ട് ചിത്രീകരിക്കുകയാണ്. ഇതൊക്കെ തീവ്ര അന്ധവിശ്വാസവും ഈ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകലും ഒക്കെയായി ചിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ പോലും പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ പഴയ ചരിത്രത്തെ മൂടിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ബുദ്ധിക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ് ഇരുവേറ്റിയെ പോലെയുള്ള ആളുകൾ ലേഖനം എഴുതിയതും പ്രസംഗിച്ചതും. ബുഖാരിയൊക്കെ തോട്ടിലെറിയണമെന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് ഇപ്പോഴും 1 വർഷം മാത്രമേ അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളൂ. നല്ലോണം ആലോചിക്കണം. അയാൾ സെൻസിംഗിൽ ലേഖനം എഴുതി, അതുപോലെ തന്നെ ഷബാബിൽ ലേഖനം എഴുതി, അതുപോലെ ജമാഅത്ത് പത്രത്തിൽ ലേഖനം എഴുതി. ആദർശ വിരോധികൾ വെച്ച് നീട്ടിയ എല്ലാ പ്ലേറ്റുകളിൽ നിന്നും അദ്ദേഹം ഭക്ഷണം കഴിച്ചു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ഇപ്പോഴും 1 വർഷത്തിന് സസ്പെൻഷനിൽ നിർത്തിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്ന ആ വഴിയും നമ്മുടെ നേതാക്കന്മാരുടെ ലൈനും എത്രത്തോളം യോജിച്ചു പോകുന്നുണ്ട് എന്ന് കൂട്ടിച്ചേർത്ത് വായിച്ച് കാര്യങ്ങൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ മദ്ഹബിനെ നമ്മൾ അന്ധമായി പിൻപറ്റാറില്ല. ഇപ്പൊ പറയുന്നത് എന്താ? ഖുർആൻ ഹദീസിൽ ഒരു കാര്യം ഉണ്ടെന്ന് കൃത്യമായി തെളിഞ്ഞാലും പറയും നാളിതുവരെ നമ്മൾ പുലർത്തി പോകുന്ന കാര്യത്തിന് അതെതിരാണ്. അതെന്താ? നാളിതുവരെ പുലർത്തി പോകുന്ന കാര്യത്തിന് ഖുർആൻ ഹദീസിൽ എതിരായ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് തിരുത്തണം തന്നെ നമ്മുടെ അഭിപ്രായം. അല്ലെന്നാണ് നമ്മൾ പറഞ്ഞു പോന്നിട്ടുള്ളത്. ഇതാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബീന. അപ്പൊ ആ വിഷയത്തിലും ഇപ്പൊ എന്താണ്? അതല്ല, സംഘടന പറയുന്നത് അതുപോലെ കേൾക്കുകയാണ് വേണ്ടത് എന്ന രീതിയാണ് പലപ്പോഴും ഇവിടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ജീവിത വിശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യം അട്ടിമറിച്ചില്ല.
അട്ടിമറിച്ചില്ലേ? അട്ടിമറിച്ചു. ഇപ്പൊ ഇതാ പാരലൽ സംഘടന ഉണ്ടാക്കുന്നു, KNM ബദലുണ്ടാക്കുന്നു, ISM ബദലുണ്ടാക്കുന്നു, MSM ബദലുണ്ടാക്കുന്നു. ഓരോന്നിനും ബദല് താഴെ തട്ടുവരെ ഉണ്ടാക്കുന്നു. ഞാൻ അടക്കി ആക്ഷേപിക്കുകയല്ല. ഓരോ സ്ഥലത്തും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്ന ഭാരവാഹികളുടെ നിറവും രീതിയും വിശ്വാസവും സ്വഭാവവും സംസ്കാരവും നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. കാസർഗോഡ് ഇപ്പൊ അവര് പുനഃസംഘടിപ്പിച്ചിരിക്കുന്ന ISM കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാ? ജില്ലാ സെക്രട്ടറി ആരാ? ഇതുവരെ ഈ KNM സിഹിറിന് ഹക്കീക്കത്തുണ്ടെന്ന് പറയുന്ന KNM-ൽ ഞാനില്ല എന്ന് പരസ്യമായി പറഞ്ഞിരുന്ന, ആ നിലക്കുള്ള ഹദീസുകളെ പുച്ഛിച്ചിരുന്ന സലാസുല്ലമി വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ സദസ്സിന്റെ മുൻനിരയിൽ പോയിരുന്ന് ചിരിച്ചുകൊണ്ടതിന് താളം തുള്ളിക്കൊണ്ടിരുന്ന, അവിടെ ഹദീസ് നിഷേധത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന, നേരത്തെ പറഞ്ഞ KKP അബ്ദുള്ളക്ക് ഇടത്തും വലത്തും നിന്ന് സഹായം ചെയ്തു കൊടുത്ത ഹാരിസ് ചേരൂർ എന്ന് പറയുന്ന ആ സഹോദരനെയാണ് ഇന്ന് ജില്ലാ സെക്രട്ടറിയായി അവരോധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ അവിടെയുള്ള മുഴുവൻ പ്രവർത്തകന്മാരും ഒഴിവാക്കിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനുശേഷവും ഒക്കെ. ഏതാ? അബ്ദുൽ ഹക്കീം സാഹിബ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും രീതിയും നമ്മുടെ തത്വത്തിനും ആദർശത്തിനും യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞ് പ്രവർത്തകന്മാരും മുഴുവൻ തള്ളിവിട്ട ഒരാള് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടാണ് KNM ജില്ലാ സെക്രട്ടറിയായി ഇപ്പോൾ അവിടെ പുനഃസംഘടിപ്പിച്ച കമ്മിറ്റിയിൽ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ താഴേക്കൊന്ന് ആലോചിച്ച് നോക്കും. മതബോധമുള്ള, ധർമ്മബോധമുള്ള, ഈ രംഗത്ത് സൂക്ഷ്മത വെച്ചു പുലർത്തുന്ന ഓരോ വ്യക്തിയെയും താടി നീട്ടമുണ്ട് എന്നതിന്റെ പേരിൽ, ഞെരിയാണിക്ക് മേലെ വസ്ത്രം ധരിച്ചു എന്നതിന്റെ പേരിൽ ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ അവനൽപ്പം തീവ്രവാദിയാണെന്ന് പറഞ്ഞ് അത്തരം ആളുകളെയൊക്കെ മിമ്പറിൽ നിന്ന് ഇറക്കുകയും അവസാനം പറയുന്നത് എന്താ അറിയോ? ഇനി പണ്ഡിതന്മാരൊന്നും ഖുതുബ പറഞ്ഞാൽ ശരിയാവില്ല, നീ നമ്മളെ കണ്ട് ഇറങ്ങിത്തിരിക്കേണ്ടി വരും, നീ നമ്മളെ കണ്ട് ഖുതുബ പറയേണ്ടി വരും എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. മതസ്ഥാപനങ്ങളിൽ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, മതത്തിന്റെ മിമ്പറുകൾ, ഈ പള്ളിയുടെ മിമ്പറുകളിൽ നിന്ന് യഥാർത്ഥ ദീനിന്റെ വെളിച്ചം കൊടുക്കേണ്ട സ്ഥാനങ്ങളിൽ അവിടെയുള്ള യഥാർത്ഥ ഖതീബുമാരെ പിടിച്ചടക്കി കൊണ്ടുപോവുകയും എന്നിട്ട് ഈ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ജീവിത വിശുദ്ധി പാലിക്കുന്ന അവസ്ഥയിൽ നമ്മൾ തകിടം മറിഞ്ഞിട്ടുണ്ടോ, ചരിത്രത്തിൽ നിന്ന് തിരിഞ്ഞു നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട്. വിജ്ഞാന സമ്പാദനവുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ പറയേണ്ടതില്ല. ഇവിടെ വളരെ ഉത്തരവാദപ്പെട്ട ഒരു ചർച്ച ഞങ്ങൾ നടത്തുന്ന സമയത്ത് നമ്മുടെ ഉത്തരവാദപ്പെട്ട ഒരു ഭാരവാഹി പറഞ്ഞ ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? ഇപ്പൊ ആളുകൾ പഠിച്ചതേറിയതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അദ്ദേഹം അവരുടെ അഭിപ്രായമാണ്. ആളുകൾ കൂടുതൽ പഠിച്ചു എന്നതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ഇത് മുജാഹിദ് പ്രസ്ഥാനം പറയേണ്ട വാക്കല്ല. വിജ്ഞാനത്തിനോട് ഒരിക്കലും പുറംതിരിഞ്ഞുന്ന ഒരവസ്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ വിജ്ഞാനത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ, കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് വരുമ്പോൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്ന് പറയുന്നൊരവസ്ഥ, അപ്പോൾ ഇതും തന്നെ കീഴ്മേൽ മറിയുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഉലമാക്കളും ഉമറാക്കളും ആ വിഷയത്തിൽ നമുക്കറിയാം ഇന്ന് പല രംഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമറാക്കൾക്ക് അപ്രമാദിത്വം വരുന്ന അവസ്ഥയാണ്. അവർ പറയുന്ന ചാലിലൂടെ പണ്ഡിതന്മാർ നയിക്കപ്പെടുന്ന ഒരവസ്ഥ പല രംഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മതപരമായ വിഷയത്തിൽ പോലും കൃത്യമല്ലാത്ത തീരുമാനങ്ങൾ ഉണ്ടാകാൻ കാരണം. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള മീഡിയ വണ്ണിന് പോയിട്ട് ആശംസ പറഞ്ഞത് നമ്മുടെ ഉത്തരവാദപ്പെട്ട ഒരു വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? KNM-ന്റെ എല്ലാ സപ്പോർട്ടും എല്ലാ പിന്തുണയും ഇതിനുണ്ട് എന്നാണ്. അത് ഇതുവരെ വിശദീകരിക്കാൻ, അത് അങ്ങനെയല്ലെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. തൊട്ടപ്പുറത്ത് തന്നെ എന്റെ ഫ്ലക്സ് ഉണ്ട്. സിനിമാറ്റിക് ഡാൻസിനെ കുറിച്ചും അതുപോലെ റിയാലിറ്റി ഷോയെ കുറിച്ചും ഒക്കെ അതിലുണ്ടാകുമെന്നും നിങ്ങൾ ഇതിന്റെ പുതിയ മോഡലുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാമെന്നൊക്കെ പറഞ്ഞുള്ള പരസ്യമുള്ള സാധനം. ഞാൻ പറയുന്നത് അവിടെ പരാമർശങ്ങളിൽ പോലും സൂക്ഷ്മത പാലിക്കാതെ ഇതിനൊക്കെ KNM-ന്റെ അംഗീകാരമുണ്ട് എന്ന് പറഞ്ഞു പോരുകയും അതൊന്നും തിരുത്താൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാ? ഇവർക്ക് അർഹിക്കുന്നതിലപ്പുറമുള്ള സ്ഥാനം കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ആശയപരമായ നിലപാടുകൾ തകിടം മറിയുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രംഗത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തീരുമാനങ്ങൾ, പക്വതയുള്ള തീരുമാനമാണ് മുമ്പെടുത്തിരുന്നത്. ഇപ്പെടുക്കണ തീരുമാനോ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഈ പ്രസ്ഥാനത്ത് അടുത്തറിയുന്നവരും ഒക്കെ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തു പറ്റി മുജാഹിദ് പ്രസ്ഥാനത്തിന്? ഒരിക്കലും ഈ ഒരു നേതൃത്വത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തീരുമാനങ്ങളല്ലല്ലോ കാണുന്നത്. ബഹുമാനായ ഹുസൈൻ സലഫിയെ പോലെയുള്ള ആളുകൾ ആ സമ്മേളനത്തിൽ ഐക്യത്തോടുകൂടി യോജിപ്പോടുകൂടി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ 6 മിനിറ്റ് വർത്തമാനത്തിന്റെ പേരിൽ പിന്നീട് അവിടെ നടന്ന അവസ്ഥകൾ ആലോചിച്ച് നോക്കും. ആ സമ്മേളനത്തിന്റെ സമാപന സെഷൻ കൈകാര്യം ചെയ്ത രൂപം നിങ്ങൾ നോക്കൂ. ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാര് ഇത്ര കാലം തൗഹീദിന് വേണ്ടി ഇരാവും പകലും അധ്വാനിച്ച ആ മഹാപണ്ഡിതനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ നോക്കൂ നിങ്ങൾ. ഒറ്റപ്പെട്ട ശബ്ദം, അപശബ്ദം, അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? അപ്പൊ ഈ രൂപത്തിൽ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുന്ന അവസ്ഥ,
അതെന്താ? ഇതൊക്കെ നമ്മുടെ ചരിത്ര പാരമ്പര്യത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എല്ലാം കേൾക്കണം എന്ന് പറഞ്ഞിടത്ത് നിന്ന് എല്ലാം കേൾക്കണം എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇപ്പൊ എന്താ സർക്കുലർ കൊടുക്കുകയാണ് അല്ലെ? ഇപ്പൊ നോക്കൂ, നിങ്ങൾ പ്രോഫ്കോണിന് പങ്കെടുത്തു എന്ന പേരിൽ കുട്ടികളെ പുറത്തു നിർത്തുകയാണ്. ആലോചിച്ചു, മലപ്പുറത്ത് പ്രോഫ്കോണിൽ പങ്കെടുത്തു എന്ന പേരിൽ സ്വന്തം പിതാക്കൾ ഇങ്ങോട്ട് കയറണ്ട, വീട്ടിക്ക് കയറണ്ട. ആരെയാണ് ഭ്രഷ്ട് കൽപ്പിക്കുന്നത്? ഓരോ രക്ഷിതാക്കൾ ആ കുട്ടികളെ വിളിച്ചിരുത്തി പറയാണെന്ത്, നീ ആ മീറ്റിങ്ങിന് പോകൂല, ആ പരിപാടി കേൾക്കാൻ പോകൂല എന്ന് സത്യം ചെയ്ത് പറയണമെന്ന് പറഞ്ഞ് വാപ്പമാര് പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഞാൻ എന്റെ രക്ഷിതാക്കളെ കുറ്റം പറയില്ല, എന്റെ കാരണവന്മാരെ ഞാൻ കുറ്റം പറയില്ല. പക്ഷേ അവർക്ക് കുത്തിവെച്ച വിഷം അങ്ങനെയാണ്. കാണരുത്, പോകരുത്, ഇങ്ങനെ മുടക്കണം എന്ന രീതിയിലുള്ള ഒരു സംസ്കാരം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയാത്ത കാര്യമാണ്. അപ്പൊ എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ മൂല്യങ്ങളെയും കീഴ്മേൽ മറിക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗൾഫിലുള്ള സലഫി പണ്ഡിതന്മാരുമായുള്ള സമീപനത്തിൽ മാറ്റം വന്നു. ആലു ഷെയ്ഖിനെ പോലെയുള്ള ലോകത്തറിയപ്പെടുന്ന സലഫി പണ്ഡിതന്മാരെ കുറിച്ച് ഒരു സംവാദത്തിൽ പറഞ്ഞ എന്താ, അദ്ദേഹത്തിന്റെ വർത്തമാനത്തെ തോട്ടിലേക്ക് എറിയണമെന്ന് ഏതോ ഒരു മുസ്ലിയാരെ പോലെ ഒരു മുസ്ലിയാർ എന്നൊക്കെയാണ് പറയുന്നത്. ആലോചിച്ചു നോക്കി, ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിൽപ്പെട്ടതാണോ? വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പക്വതയോടുകൂടിയാണ് ഞങ്ങൾ ഇതിനെ നയിക്കുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊരു ഭാഗത്ത് പറയുകയും, എന്നിട്ട് ഈ രൂപത്തിലുള്ള ഇന്നലെ മിനിഞ്ഞാന്ന് ഇങ്ങോട്ട് കയറി വന്ന ഇതിനെ ഇത്രകാലം ചാരപ്പണിയിലൂടെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഏതാനും ചില മടവൂർ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾക്ക് കത്തിയും കഴുത്തും കൊടുത്ത് ഇതുവരെ ഉണ്ടായിരുന്ന മുജാഹിദ് പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും കഴുത്ത് വെട്ടാൻ കടാര നൽകി കൊടുത്തു പറഞ്ഞയച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, എത്രത്തോളം നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോയി എന്ന് നമ്മൾ ആലോചിക്കണം. ഇല്ല, മുജാഹിദ് കേരളം ഇത് അനുവദിക്കുകയില്ല. എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒത്തുപിടിച്ച് ഒരേ മനസ്സോടുകൂടി ഒരു ഭൗതികമായ താല്പര്യങ്ങളുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ലക്ഷണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ശരിയായ പാതയിലൂടെ പോകാൻ നമ്മൾ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ പ്രതിസന്ധി നല്ല രീതിയിൽ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളോട് പറയുന്നത്. കൂടുതൽ നമ്മൾ വിനയാന്യതരാവുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, കൂടുതൽ നമ്മൾ പ്രവർത്തിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക. ഇതാ മതം സുരക്ഷയാണ് എന്ന പ്രമേയം മുൻനിർത്തിക്കൊണ്ടുള്ള വിപുലമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നു, എക്സിബിഷനുകൾ നടക്കുന്നു, ഓരോ ജില്ലകളിലും തീരുമാനമായി കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഈ കോഴിക്കോട് നോർത്ത് ജില്ലയിൽ ഒത്തുപിടിച്ചു നിന്നുകൊണ്ട് ഇതാ കഴിഞ്ഞ കാലത്തെ സാൽവേഷനുകളെ ഓർമ്മിപ്പിക്കുമാറ്, ലൈറ്റ് എക്സിബിഷനുകൾ ഓർമ്മിപ്പിക്കുമാറ്, മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന മണ്ഡലം സമ്മേളനങ്ങളെ സ്മരിപ്പിക്കുമാറ്, ആ സമ്മേളനങ്ങളിലെ ദഅവാ പ്രവർത്തനങ്ങളുടെ ആ നല്ല കാലത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഇതാ ശക്തമായ ഈ ദഅവാ പ്രബോധന രംഗത്ത് നമ്മൾ ശക്തമായി ഒരു മെയ്യോടുകൂടി ഒരു മനസ്സോടുകൂടി മുന്നോട്ട് നീങ്ങാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ഒരു ജില്ലാ സംഗമം, ഈ ഒരു ജില്ലാ ആദർശ സമ്മേളനം അതിന് നമുക്ക് സ്വായത്തമാകണം, അതിന് കരുത്തു പകരണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഏതൊരു ഘട്ടത്തിലും നീ നിന്റെ മനസ്സിനെ അടക്കി നിർത്തണം. ആരോടൊപ്പം? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശിയ്യി, രാവിലെയും വൈകുന്നേരവും തന്റെ റബ്ബിന്റെ നേരെ യുരീദൂന വജ്ഹഹു, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആ സ്തോത്ര കീർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആ മുത്തഖീങ്ങളായ ആളുകളോടൊപ്പം നിങ്ങളുടെ മനസ്സിനെ നിർത്തണം. നമ്മളോട് ആരോടൊപ്പം നിൽക്കണം? മതബോധമുള്ളവരോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. കൂനൂ മഅസ്വാദിഖീൻ, സത്യവാന്മാരോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ സംഘടനയോടൊപ്പമാണോ, സ്ഥാപനത്തോടൊപ്പമാണോ, പള്ളിയോടൊപ്പമാണോ, പിതാവിന്റെ കൂടെയാണോ, ഭാര്യയുടെ കൂടെയാണോ, ജ്യേഷ്ഠന്റെ കൂടെയാണോ, നമ്മുടെ QHLS എടുക്കുന്ന മൗലവിയുടെ കൂടെയാണോ, അതല്ല ഏതെങ്കിലും പണ്ഡിതന്റെ കൂടെയാണോ? അല്ല, ഹക്കിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. മതബോധമുള്ളവരോടൊപ്പമാണ് നിൽക്കേണ്ടത്. ഇവർക്കൊക്കെ മതബോധമുണ്ടെങ്കിൽ, ഇവരൊക്കെ ഹക്കിലാണെങ്കിൽ അവരുടെ കൂടെയൊക്കെ നമ്മളുണ്ട്. ഇവരൊന്നും അതിലല്ല എങ്കിൽ ആ പേര് പറഞ്ഞ് നമ്മൾ അവരുടെ കൂടെ ഇല്ല. നമ്മൾ നിൽക്കേണ്ടത് ഈ രൂപത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, നിന്റെ കണ്ണുകൾ അവരെ വിട്ട് മാറിപ്പോകാതിരിക്കട്ടെ. ഇഹലോക ജീവിതത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നീ തിരിഞ്ഞു നിന്നുകൊണ്ട് അവരിൽ നിന്ന് നിന്റെ കണ്ണ് മാറിപ്പോകാതിരിക്കട്ടെ, നിന്റെ ശ്രദ്ധ മാറിപ്പോകാതിരിക്കട്ടെ. അഥവാ ഭൗതികതക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മതപരമായ നിലപാടിൽ നമ്മൾ ഒളിച്ചോടാൻ പാടില്ല. ഒരു സ്കൂൾ ജോലിയുണ്ട്, ഒരു മിമ്പറുണ്ട്,
ഒരു മദ്രസ സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ഈ വിഷയത്തിൽ ശക്തമായൊരു സ്റ്റാൻഡ് എടുത്താൽ എന്റെ ജോലി പോകും, അല്ലെങ്കിൽ എനിക്ക് അവരൊക്കെ എന്നോട് ദേഷ്യപ്പെടും എന്ന് വിചാരിക്കണ്ട. ദുനിയാവല്ല പ്രധാനം, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ടവരാണ്. ഇന്നാണ് മരിച്ചാൽ സഹോദരങ്ങളെ നമ്മുടെ ഹക്കും നമ്മുടെ അമലുകളും മാത്രമേ നാളെ നമ്മുടെ ആ പരലോകത്ത് ഖബറിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം പറഞ്ഞു, നിങ്ങൾ അനുസരിച്ചു പോകരുത്. അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ അശ്രദ്ധമായ ആളുകളുടെ കൂടെ നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇച്ഛകളെ പിൻപറ്റുന്നവരും അതുമൂലം അവർ അതിരുകവിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഇച്ഛകളെ പിൻപറ്റി അതിരുകവിഞ്ഞു പോയി അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ നടക്കുന്ന ആളുകളെ നിങ്ങൾ സഹവസിക്കരുത്. അവരോടൊപ്പമല്ല നിങ്ങൾ നിൽക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിഹരിക്കണം. നാളെ പരലോകത്ത് നമുക്ക് സ്വർഗം ലഭിക്കണം. അതിന് ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി ഹക്കിന്റെ കൂടെ നിന്ന് മുന്നോട്ട് പോകണം. ഈ ജില്ലാ സംഗമത്തിൽ നിന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു വെളിച്ചം നമുക്ക് കിട്ടുകയും ഞാൻ മനസ്സിലാക്കിയ ആ കാര്യം അനുസരിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകണം. അള്ളാഹുവിനെ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.